السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഏറെ പ്രിയമുള്ള വിശ്വാസികളെ, ഈ സംസാരത്തെ കേട്ടുകൊണ്ടിരിക്കുന്ന ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഈ അങ്ങാടിയുടെ ഭാഗമായിട്ടുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, വളരെ പ്രാധാന്യമുള്ള ലക്ഷ്യനിർവഹണത്തിൻ്റെ ഭാഗമായിട്ടാണ് വിസ്ഡം യൂത്ത് ഇസ്ലാമിക് ഓർഗനൈസേഷൻ തസ്ഫിയ എന്ന പേരിൽ ഈ ആദർശ സമ്മേളനം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിലുള്ള മുഴുവൻ യുവാക്കളിലേക്കും ധാർമ്മികതയുടെ വെളിച്ചം എത്തിക്കുക, നന്മയുടെ സന്ദേശം കൈമാറുക, പകർന്നു കൊടുക്കുക എന്ന ലക്ഷ്യത്തിൽ 2024 ഫെബ്രുവരി 10-11 തീയതികളിൽ യുവത്വം നിർവചിക്കപ്പെടുന്നു എന്ന മഹത്തായ പ്രമേയം മുൻനിർത്തി വിസ്ഡം യൂത്ത് സംസ്ഥാന സമിതി സംഘടിപ്പിക്കാനിരിക്കുന്ന യുവജന സമ്മേളനത്തിൻ്റെ പ്രചരണം കൂടിയാണ് ഇതിലൂടെ നടത്തപ്പെടുന്നത്. ആമുഖ സംസാരങ്ങളിൽ നിന്ന് മതത്തിൻ്റെ പ്രാധാന്യത്തെയും മതം മുന്നോട്ട് വച്ചിട്ടുള്ള വിശ്വാസ ആശയ ആദർശങ്ങളുടെയും മഹത്വം, മതമൂല്യങ്ങൾ ഉൾക്കൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കേണ്ടതിൻ്റെ, ചിട്ടപ്പെടുത്തേണ്ടതിൻ്റെ പ്രാധാന്യം, ഈ കാര്യങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും സാധിച്ചിട്ടുണ്ടാകും.
മനുഷ്യരായ നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥ ഒരുപാട് തിരക്കുകളും ഒട്ടേറെ പ്രവർത്തനങ്ങളും സാമൂഹികമായും കുടുംബപരമായും വ്യക്തിപരമായും ഒരുപാട് കാര്യങ്ങൾ നിറഞ്ഞ അവസ്ഥയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ തിരക്കുകളെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിൽ ക്രമീകരിക്കുകയും ചിട്ടപ്പെടുത്തുകയും ചെയ്ത ലോകരക്ഷിതാവായ, ലോകത്തിൻ്റെ സട്ടാവും നിയന്ത്രകനും അധികാരിയുമായിട്ടുള്ള അള്ളാഹുവിനെ അറിയുക, അവനിലേക്ക് അടുക്കുക, ആ റബ്ബാണ് ഇതെല്ലാം കണക്കാക്കിയിട്ടുള്ളത്, നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏത് അനുഗ്രഹങ്ങളുടെ പിന്നാലെയാണോ നാം ഓടിക്കൊണ്ടിരിക്കുന്നത്, അത് കൂടുതലായി അള്ളാഹുവിന് നന്ദി കാണിക്കാനും അവനിലേക്ക് അടുക്കാനും നമ്മെ പ്രാപ്തരാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതായ കാര്യങ്ങൾ സ്വീകരിക്കാതെ അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ വ്യക്തമാക്കി തന്ന, വിശദീകരിച്ചു തന്ന കാര്യങ്ങളെ കൃത്യമായി ഉൾക്കൊള്ളാതെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിച്ചാൽ വലിയ അപകടത്തിലേക്കും ഗുരുതരമായ അവസ്ഥയിലേക്കുമാണ് അത് നമ്മെ കൊണ്ടെത്തിക്കുക എന്ന തിരിച്ചറിവ് വിശ്വാസികളായ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. സാമൂഹികമായി ഒട്ടേറെ പ്രശ്നങ്ങൾ നാം അനുഭവിക്കുന്നുണ്ട്. ആ പ്രശ്നങ്ങളുടെ പരിഹാരത്തിനു വേണ്ടി പല രൂപത്തിലുള്ള ചർച്ചകളും സംസാരങ്ങളും ആലോചനകളും നമുക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ആരും അതിനെ ആക്ഷേപിക്കാറില്ല, കുറ്റപ്പെടുത്താറില്ല. അത്തരം ചർച്ചകൾ ഉണ്ടായെങ്കിൽ മാത്രമേ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയുള്ളൂ, കുഴപ്പങ്ങൾക്ക് അറുതി വരികയുള്ളൂ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതിനേക്കാൾ മഹത്വമുള്ള കാര്യമാണ് അള്ളാഹുവിൻ്റെ മതത്തെയും അതിൻ്റെ അധ്യാപനങ്ങളെയും പറ്റിയുള്ള ചർച്ചകളും വിശദീകരണങ്ങളും. മതത്തിൻ്റെ മറവിൽ പല രൂപത്തിലുള്ള പ്രശ്നങ്ങളും ഉടലെടുത്തിട്ടുണ്ട്. ഒരുപാട് പരീക്ഷണങ്ങൾ, പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങൾ സമൂഹത്തിൽ വ്യാപിച്ചിട്ടുണ്ട്. അതെല്ലാം ഏറ്റവും കൂടുതലായി ബാധിക്കുന്നത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള, മതത്തിൻ്റെ അടിത്തറയായിട്ടുള്ള വിശ്വാസത്തെയാണ്. ആ വിശ്വാസത്തിലൂന്നിയുള്ള സൽക്കർമ്മങ്ങളെയാണ്. അവ രണ്ടുകൊണ്ടും നമുക്ക് സഫലമായി കിട്ടേണ്ട പാരത്രിക വിജയത്തെയാണ്, ജീവിതത്തെയാണ് അത് ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രമാണങ്ങളെ മുൻനിർത്തിയുള്ള വിശകലനങ്ങളും വിശദീകരണങ്ങളും എക്കാലത്തും സമൂഹത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അത്
സമൂഹത്തിൻ്റെ ഭാഗമായി തുടരുന്നു എന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അള്ളാഹു അവൻ്റെ അടിമകൾക്ക് നൽകിയിട്ടുള്ള സവിശേഷമായ ബുദ്ധി ഉപയോഗിച്ച് എന്താണ് അള്ളാഹു നമ്മോട് സംസാരിച്ചിട്ടുള്ളത്, അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതും ഉണർത്തിയതുമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെപ്പറ്റിയുള്ള അന്വേഷണങ്ങളും പഠനങ്ങളും ഒരിക്കലും തന്നെ കുഴപ്പത്തിലേക്കോ നഷ്ടത്തിലേക്കോ അല്ല നയിക്കുക, മറിച്ച് ഉന്നതമായ വിജയത്തിലേക്കും ഉയർച്ചയിലേക്കുമാണ് നമ്മെ വഴി നടത്തുക എന്ന തിരിച്ചറിവ് സദാ നമ്മിൽ ഓരോരുത്തരിലും ഉണ്ടാകണം. വിശുദ്ധ ഖുർആൻ ഇസ്ലാമിൻ്റെ മഹിതമായ ആശയത്തെയും ആദർശത്തെയും അതിൻ്റെ പ്രാധാന്യത്തെയും സംബന്ധിച്ച് ധാരാളമായി സംസാരിച്ചിട്ടുണ്ട്. ഖുർആനിൻ്റെ ആരംഭത്തിൽ മാത്രമല്ല, അതിൻ്റെ പകുതിയിലോ അവസാനത്തിലോ അല്ല, വിശുദ്ധ ഖുർആനിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ ഇസ്ലാം മുന്നോട്ട് വച്ചിട്ടുള്ള ആശയത്തിൻ്റെ വെളിച്ചത്തെയും അതിൻ്റെ തെളിമയെയും സംബന്ധിച്ചാണ് അധികമായും സംസാരിച്ചിട്ടുള്ളത്. ഇസ്ലാം ഊന്നൽ കൊടുത്തിട്ടുള്ള, അടിവരയിട്ട് പറഞ്ഞിട്ടുള്ള ആശയം ആരാധനക്കർഹനായി, പ്രാർത്ഥനക്കർഹനായി ഏക സൃഷ്ടാവും സംരക്ഷകനും നിയന്ത്രകനുമായിട്ടുള്ള അല്ലാഹു മാത്രമാണ്. ആ കാര്യത്തിൽ അവന് പങ്കാളികളില്ല, സമന്മാരില്ല, തുല്യരില്ല. അല്ലാഹുവിൻ്റെ കഴിവുകളെ, അവൻ്റെ വിശേഷണങ്ങളെ, അവൻ്റെ ഗുണങ്ങളെ, അവൻ്റെ മാത്രമായിട്ടുള്ള കാര്യങ്ങളെ അടിമകളിൽ ഒന്നിനു പോലും വകവെച്ചു കൊടുക്കാൻ പാടില്ല. അത് മനുഷ്യരാകട്ടെ, മലക്കുകളാകട്ടെ, ജിന്നുകളാകട്ടെ, സസ്യങ്ങളാകട്ടെ, ജന്തുക്കളാകട്ടെ, നിർജീവമായി കിടക്കുന്ന വസ്തുക്കളാകട്ടെ, ഒന്നിലേക്കും അല്ലാഹുവിന് മാത്രമായിട്ടുള്ള അവകാശങ്ങളെ വകവെച്ചു കൊടുക്കാൻ പാടില്ല. ലോകത്തുള്ള മുഴുവൻ അടിമകളോടുമായി വിശുദ്ധ ഖുർആൻ സംസാരിച്ചിട്ടുള്ള, അല്ലാഹു ആഹ്വാനം നടത്തിയിട്ടുള്ള കാര്യമാണിത്. ഏറെ സൗന്ദര്യമുള്ള, ഭംഗിയുള്ള ഒരാശയമാണ്. അഥവാ ആകാശങ്ങളെയും ഭൂമികളെയും അതിലുള്ള സകലതിനെയും സൃഷ്ടിച്ച് സംവിധാനിച്ച് പരിപാലിച്ചു കൊണ്ടുപോകുന്ന ഏക ശക്തി, ആ ശക്തിക്ക് മാത്രം അവകാശപ്പെട്ടത്, അതുപോലെ അവകാശപ്പെടാൻ, അതുപോലെ വാദിക്കാൻ സൃഷ്ടികളിൽ ഒരാളും ഇല്ല. വലം യകുൻ ലഹു കുഫുവൻ അഹദ്, അല്ലാഹ്ക്ക് തുല്യരായി, സമന്മാരായി ആരും തന്നെയില്ല. സഹോദരങ്ങളെ, വർഗീയതയുടെയോ തീവ്രതയുടെയോ വിഭാഗീയതയുടെയോ അംശം ഇതിലില്ല. സ്നേഹവും കാരുണ്യവും സമാധാനവും നിറഞ്ഞു നിൽക്കുന്ന അതിമഹത്തായ ആശയമാണ്, സന്ദേശമാണ് ഇസ്ലാം മുന്നോട്ട് വച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ ഒന്നുകൂടി അമർത്തി ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഹുവൽ ഹയ്യു ലാ ഇലാഹ ഇല്ലാ ഹുവ, അല്ലാഹു ആരാണ്? എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ആരാധ്യനായി ആരും തന്നെയില്ല. ഫദ്ഉഹു മുഖ്ലിസീന ലഹുദ്ദീൻ, ആത്മാർത്ഥമായ മനസ്സോടെ, നിഷ്കളങ്കമായ മനസ്സോടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളെയും
ആ റബ്ബിന് സമർപ്പിച്ചുകൊണ്ട് ആ റബ്ബിന്റെ മുമ്പിൽ കീഴ്പ്പെട്ടുകൊണ്ട് അവനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക എന്ന സന്ദേശമാണ്, എന്ന കൽപ്പനയാണ് ഖുർആൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകത്തിന്റെ രക്ഷിതാവായ അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ആയത്ത് അല്ലാഹു അവസാനിപ്പിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ആരുടെ മനസ്സിലേക്കും ആശ്വാസത്തോടെ സ്വീകരിക്കാവുന്ന സമാധാനം നിറഞ്ഞ ഒരു കൽപ്പനയാണ്, ഒരാഹ്വാനമാണ് ഈ ആയത്തിലൂടെ അല്ലാഹു നൽകിയിട്ടുള്ളത്. ഇനിയോ ഈ അധ്യാപനം നമുക്ക് പകർന്നു തന്ന, ഈ കാര്യം നമ്മെ പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ജീവിതത്തിൽ ഉറക്കെ പ്രഖ്യാപിച്ചത് ഖുൽ ഇന്നി നുഹീതു അൻ അഅബുദല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്, ഞാനിതാ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, ഞാനിതാ വിരോധിക്കപ്പെട്ടിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലുണ്ടായിരുന്ന ഷിർക്കിൽ, അല്ലാഹുവിൽ പങ്കു ചേർക്കുക എന്ന കാര്യത്തിൽ മുങ്ങിക്കുളിച്ചിരുന്ന ആളുകളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന, നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വസ്തുക്കളെ വിളിക്കുക, തേടുക, അവരോട് ചോദിക്കുക എന്നത് ഞാൻ വിരോധിക്കപ്പെട്ട കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് നേരിട്ട് കണ്ട കാര്യമാണ്. ലാത്തയും ഉസ്സയും മനാത്തയും പോലെയുള്ള മനുഷ്യനിർമ്മിത ആരാധ്യ വസ്തുക്കൾ, അവക്ക് മുമ്പിൽ അള്ളാഹുവിന് കൊടുക്കേണ്ട ആദരവും അള്ളാഹുവിന് കൊടുക്കേണ്ട ബഹുമാനവും അള്ളാഹുവിന് കൊടുക്കേണ്ട ഇഷ്ടവും അള്ളാഹുവിന് കൊടുക്കേണ്ട അനുസരണവും കാഴ്ചവെക്കുന്നത്, അവർക്ക് മുമ്പിൽ സങ്കടങ്ങളും പ്രയാസങ്ങളും പറയുന്നത്, അവരെ ഇടയിൽ നിർത്തി അല്ലെങ്കിൽ അവരുടെ ശുപാർശ ലഭിക്കുമെന്ന വിശ്വാസത്തിൽ അവർ യഥാർത്ഥ ആരാധ്യനായ അള്ളാഹുവിലേക്ക് അടുപ്പിക്കും എന്ന വിശ്വാസത്തിൽ ഇത്തരം ആരാധ്യ വസ്തുക്കൾക്ക് മുമ്പിൽ കാര്യങ്ങൾ പറയുകയും സങ്കടങ്ങൾ പങ്കുവെക്കുകയും ചെയ്ത രംഗം, അതിനെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നത്. അതേ പ്രവൃത്തി ഓരോ കാലഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലും അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവർ, അല്ലാഹു അല്ലാത്തവരോട് സഹായം തേടുന്നവർ, അല്ലാഹു വിരോധിച്ച കാര്യങ്ങളെ ഇടയിൽ നിർത്തി അല്ലാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്നവർ, അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ. ഇൻഷാ അല്ലാഹ് അതിൻ്റെ അപകടങ്ങൾ മനസ്സിലാകും വിധം തുറന്ന് കാണിച്ചുകൊണ്ടാണ് സംസാരം മുന്നോട്ട് പോകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രഖ്യാപനത്തിലൂടെ വീണ്ടും നമ്മെ അറിയിക്കുന്നു, ലമ്മാ ജാഅനിൽ ബയ്യിനാതു മിർ റബ്ബി, എൻ്റെ റബ്ബിൽ നിന്ന് വ്യക്തമായ തെളിവുകൾ, രേഖകൾ എനിക്ക് വന്നു കിട്ടിയതിന് ശേഷം, അഥവാ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന കൽപ്പന, ശിർക്ക് ചെയ്യരുതേ എന്ന അതീവ ഗുരുതരമായ താക്കീതുകൾ, അതുപോലെ തന്നെ ഇസ്ലാം മുന്നോട്ട് വെച്ച ആശയത്തെ നിഷേധിക്കരുതേ, തള്ളിക്കളയരുതേ, ആ നിലക്കുള്ള വിലക്കുകൾ, ഇതെല്ലാം എനിക്ക് വന്നു കിട്ടിയിട്ട് ഞാൻ അതിന് എതിരായി നേർവിപരീതമായി പ്രവർത്തിക്കുക എന്നത് അള്ളാഹുവിന് ഇഷ്ടമുള്ള, അവൻ സ്വീകരിക്കുന്ന കാര്യമല്ല. വഉമിർതു അൻ ഉസ്ലിമ ലിറബ്ബിൽ ആലമീൻ, ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് എൻ്റെ റബ്ബിന് കീഴ്പ്പെടാൻ വേണ്ടിയാണ്. എൻ്റെ ജീവിതത്തെ മുഴുവനായും, അതിൻ്റെ എല്ലാ സന്ദർഭങ്ങളെയും, എല്ലാ നിമിഷങ്ങളെയും, ഓരോ ചലനങ്ങളെയും എൻ്റെ റബ്ബിന് വേണ്ടി ഉള്ളതാണ് എന്ന് മനസ്സിലാക്കി ആ നിലക്ക് മുന്നോട്ട് പോകാൻ കൽപ്പിക്കപ്പെട്ട ആളാണ് ഞാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൻ്റെയും ലക്ഷ്യം അതാണ്, നമുക്കും സ്വീകരിക്കാനുള്ള വഴി അതാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിച്ചത്, ഖുൽ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രവാചകരെ പറയുക, എൻ്റെ നിസ്കാരം, എൻ്റെ ജീവിതം, എൻ്റെ മരണം, എൻ്റെ മറ്റു ആരാധനാ കർമ്മങ്ങൾ, ഇതെല്ലാം
ലോകരക്ഷിതാവായ അള്ളാഹുവിന് വേണ്ടിയാണ്. വേറെ ഒരാൾക്കും വേണ്ടിയല്ല, ഒരു ശക്തിക്കും വേണ്ടിയല്ല, ഒരു വ്യക്തിക്കും വേണ്ടിയല്ല, എൻ്റെ ദേഹേച്ഛകൾക്ക് അനുസരിച്ച് പോലുമല്ല. ഞാനെന്ന വ്യക്തിയുടെ ഇഷ്ടങ്ങളെയും താല്പര്യങ്ങളെയും മാനിച്ചുകൊണ്ട് പരിഗണിച്ചുകൊണ്ടല്ല. എൻ്റെ മനസ്സിനെ, എൻ്റെ ശരീരത്തെ, ആ ശരീരത്തിലെ അവയവങ്ങളെ, എൻ്റെ ചലനത്തെ, എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളെയും അതിസൂക്ഷ്മമായി അറിയുന്ന, നിയന്ത്രിക്കുന്ന എൻ്റെ റബ്ബിന് വേണ്ടിയാണ് എൻ്റെ ജീവിതത്തെ മുഴുവനായും ഞാൻ സമർപ്പിക്കുന്നത്. ഇതാണ് സഹോദരങ്ങളെ ഒരു വിശ്വാസിയുടെ ആത്മാവ് എന്ന് പറഞ്ഞാൽ. ഒരു വിശ്വാസിയെ ജീവനുള്ള, ഉണർവുള്ള ഒരാളാക്കി മാറ്റുന്ന തിരിച്ചറിവ് ഇതാണ്. എൻ്റെ റബ്ബിന് വേണ്ടിയാണ് എൻ്റെ ജീവിതം എന്ന് മനസ്സിലാക്കിയാൽ മറ്റൊന്നിലേക്ക് പോകാൻ അയാൾക്ക് സാധിക്കുകയില്ല. നാം ജീവിക്കുന്ന സമൂഹത്തിൽ ഇസ്ലാമിൻ്റെ പേരിൽ തന്നെ വ്യത്യസ്തങ്ങളായ കക്ഷികൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പല ആളുകളും പറയുന്നു, ഏതാണ് ശരി, ഏതിലേക്കാണ് നോക്കുക, ഏതിൻ്റെ പിന്നാലെയാണ് പോവുക, എവിടെയാണ് നിൽക്കുക. തൽക്കാലം ഒന്നിലേക്കുമില്ല, ആരോടും ഒന്നും പറയുന്നില്ല, മിണ്ടുന്നില്ല, പഠിക്കുന്നില്ല, അന്വേഷിക്കുന്നില്ല. ഞാൻ എൻ്റെ കാര്യങ്ങളിലേക്ക് ഒതുങ്ങുകയാണ്, ചുരുങ്ങുകയാണ് എന്ന ദുർബലമായ നിലപാടിലേക്ക് എത്തുന്ന പല ആളുകളും സമൂഹത്തിലുണ്ട്. അതൊട്ടും ശരിയല്ല. ആ ഒരു അബദ്ധത്തെ തിരുത്തേണ്ടതുണ്ട്. ഏതുപോലെ ഒരേ രോഗത്തെ ചികിത്സിക്കാൻ ഒരു നാട്ടിൽ തന്നെ പല പേരിലുള്ള ഡോക്ടർമാരുണ്ടാകും. ഒരേ രോഗത്തിൽ ആ ഡോക്ടർമാർ ഉണ്ടെന്ന് കരുതി എല്ലാ ഡോക്ടർമാരെയും പരിഗണിക്കുക എന്നതല്ല. ഡോക്ടർമാരിൽ എൻ്റെ അസുഖത്തെ നന്നായി ചികിത്സിക്കാൻ കഴിവും പ്രാപ്തിയും ഉള്ള ഡോക്ടർ ഏതാണോ അയാളെ അന്വേഷിച്ച് കണ്ടെത്തും, അയാളെക്കുറിച്ച് പഠിക്കും. എൻ്റെ രോഗത്തിൻ്റെ പ്രശ്നവുമായി ഞാൻ അയാളെ സമീപിക്കും, അയാളോട് വിശദാംശങ്ങൾ ചോദിച്ചറിയും. എന്തുകൊണ്ടാണ്? എൻ്റെ ശരീരത്തെയാണ് രോഗം ബാധിച്ചിരിക്കുന്നത്, എനിക്ക് അതുമൂലം ക്ഷീണമുണ്ടാകുന്നു. എനിക്ക് ബാധിച്ച രോഗത്തെ പരിചരിക്കാൻ ഒരേ കാര്യത്തിന് ഒരുപാട് ഡോക്ടർമാരുണ്ടെന്ന് കരുതി ഞാൻ ആരിലേക്കും പോകുന്നില്ല. തൽക്കാലം സഹിച്ചോളാ, ക്ഷമിച്ചോളാ, എന്നെ ആരും ഉപദേശിക്കേണ്ടതില്ല. ആ നിലപാടിലേക്ക് നാം പോകാറില്ല. ഏറ്റവും നല്ല ഡോക്ടറെ കണ്ടെത്തി അയാളോട് പ്രശ്നങ്ങൾ പറഞ്ഞ് അയാൾ നിർദ്ദേശിക്കുന്ന മരുന്ന് സ്വീകരിച്ച് അയാൾ നിർദ്ദേശിക്കും പ്രകാരം ഒരു ഭാഗത്ത് വിശ്രമിച്ച് രോഗത്തെ ശമിപ്പിക്കാനാണ്, മാറ്റിയെടുക്കാനാണ് നാം ശ്രമിക്കാറുള്ളത്. അതാണ് ബുദ്ധിയുള്ളവരായ, വിവേകമുള്ളവരായ ആളുകൾ നാം ചെയ്യാറുള്ളത്. സഹോദരങ്ങളെ, ഇതേ ഒരു മനോഭാവം ഇതിനേക്കാൾ ഗൗരവത്തിൽ നമുക്ക് വേണം. അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ച് ശരിയാവിധം പറയുന്നവരും പഠിപ്പിക്കുന്നവരും ആരാണ്? പ്രചരിപ്പിക്കുന്നവർ ആരാണ്? അവരെക്കുറിച്ച് നാം ഒന്ന് അന്വേഷിക്കണം, അവരെക്കുറിച്ച് പഠിക്കണം, അവരെപ്പറ്റി അറിയുന്നവരെ കണ്ട് ചോദിച്ച് അറിയണം, അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കണം. അപ്പോൾ നമ്മുടെ സംശയത്തിൻ്റെ ഉത്തരം കിട്ടും, നമ്മുടെ പ്രശ്നത്തിന് കൃത്യമായ പരിഹാരം നമുക്ക് മുമ്പിലേക്ക് വരും. അതില്ലെങ്കിലോ നമ്മുടെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ച് ജീവിതത്തെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചാലോ വിശുദ്ധ ഖുർആൻ നൽകിയ മുന്നറിയിപ്പ്, വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറ എന്നാണ്. സൂറത്ത് നിസായിലെ 115-ാമത്തെ വചനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഓരോ കാര്യങ്ങളും വ്യക്തമാക്കി തന്നതിന് ശേഷം നിസ്കാരത്തിന്റെ രൂപം, നോമ്പിന്റെ രൂപം, സകാത്തിന്റെ രൂപം, ഹജ്ജിന്റെ രൂപം, പ്രാർത്ഥനയുടെ രൂപം, സലാം പറയൽ, വസ്ത്രം ധരിക്കൽ, സ്വതക്കയുടെ രൂപം എന്ന് തുടങ്ങി ഇസ്ലാമിലുള്ള മുഴുവൻ കാര്യങ്ങളും ഏത് രൂപത്തിൽ കൊണ്ടുപോകണം, എങ്ങനെ ആചരിക്കണം, അനുഷ്ഠിക്കണം എന്ന് കൃത്യമാക്കി തന്നതിന് ശേഷം വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 വർഷങ്ങളിലെ ജീവിതത്തിന്റെ നേർസാക്ഷികളായി അവിടുന്ന് ഓരോ നിമിഷങ്ങളിലും, രാവുകളിലും, പകലുകളിലും, സഞ്ചാരങ്ങളിലും, താമസങ്ങളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരത്തിരുന്ന് അവിടുന്നോട് ചേർന്നിരുന്ന് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി പകർത്തി
പിൽക്കാലക്കാർക്ക് കൈമാറിയ ആ സ്വഹാബത്തിന്റെ ഉത്തമ തലമുറയുടെ ആദ്യ 3 നൂറ്റാണ്ടിലെ ആളുകളുടെ ജീവിതം, ആ ജീവിതത്തെ ഒഴിവാക്കി സ്വയം താല്പര്യത്തോടെ സ്വന്തം ഇഷ്ടത്തോടെ ജീവിക്കാമെന്ന് തീരുമാനിച്ചിറങ്ങിയാൽ നുവല്ലിഹി മാ തവല്ല, അവൻ തിരിഞ്ഞ റൂട്ടിലേക്ക് അവനെ തിരിച്ചുവിടും. ഓരോരുത്തരും ഇച്ഛിക്കുന്ന, ആഗ്രഹിക്കുന്ന, കൊതിക്കുന്ന വഴി ഏതാണോ അവിടേക്ക് അല്ലാഹു തിരിച്ചുവിടും. അതിൽ യാതൊരു തടസ്സം ഉണ്ടാകൂല. ആ വഴിയിൽ പിശാജ് അവനെ കാത്തിരിക്കുന്നുണ്ടാകും. പിശാജ് ആ വഴിയിലേക്ക് അവനെ മാടി വിളിക്കുന്നുണ്ടാകും. അവന്റെ മനസ്സിനെ ആകർഷിക്കാൻ വേണ്ടി ഇസ്ലാമിന്റെ വേഷവും ഇസ്ലാമിന്റെ ചിഹ്നങ്ങളും ഇസ്ലാമിന്റെ രൂപങ്ങളും ആ വഴിത്താരകളിൽ അവനെ കാത്തു നിൽക്കുന്നുണ്ടാകും. അതെല്ലാം ശരിയാണെന്ന് കരുതി കുഴപ്പമില്ലല്ലോ എന്ന ധാരണയിൽ അതിന്റെ പിന്നാലെ കൊതി പിടിച്ച് അവൻ ഓടും. എന്താണ് ഗൗരവം? വനുസ്ലിഹി ജഹന്നം, കത്തിജ്വലിക്കുന്ന നരകത്തിലിട്ട് അല്ലാഹു കരിച്ചു കളയും. വസാഅത്ത് മസീറ, ആ നരകം എത്ര മോശമായ സങ്കേതമാണ്. വല്ലാതെ വേദനിക്കുന്ന, ഒരിക്കലും സഹിക്കാനാവാത്ത, ഒരിക്കലും മരണമില്ലാത്ത, എപ്പോഴും ജീവനോടെ കഴിഞ്ഞു കൂടേണ്ടി വരുന്ന നരകം. ആ നരകത്തിലിട്ട് അവനെ കരിച്ചു കളയും എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടുകൂടി, വളരെ ആത്മാർത്ഥമായ മനസ്സോടെ, പ്രാർത്ഥനയോടെ ഓരോ കാര്യങ്ങളെയും ശ്രദ്ധിക്കാനും വിലയിരുത്താനും വിശ്വാസികളായ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ അഥവാ വിശുദ്ധ ഖുർആനിന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഇസ്ലാമിനെ സാധിക്കുന്ന അത്ര, കഴിയുന്നത്ര നിലനിർത്തി പ്രചരിപ്പിച്ചു പോകുന്ന ആളുകൾക്ക് ഇസ്ലാം കൊടുത്തിട്ടുള്ള പേരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്നുള്ളത്. ഈ പേര് കേൾക്കാത്തവർ വളരെ അപൂർവമാണ്, എണ്ണത്തിൽ കുറവാണ്. എല്ലാവർക്കും പരിചയമുള്ള, കേട്ടുകേൾവിയുള്ള പേരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്നത്. എന്താണ് ആ പേരിന്റെ ചുരുക്കം? ഇസ്ലാമിനു വേണ്ടി ഒന്നിച്ചവർ, ഒരുമിച്ച് നിന്നവർ എന്നാണ്. ഇസ്ലാമിന്റെ വൃത്തത്തിലുള്ള കാര്യങ്ങൾ എന്താണോ ആ കാര്യങ്ങളെ ശരിയാം വിധം കൊണ്ടു നടക്കാനും ജീവിതത്തിൽ പകർത്താനും സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കാനും വേണ്ടി ഒന്നിച്ചു നിന്നവർ എന്നാണ് അതിൻ്റെ അർത്ഥം. ആ ഒരു അർത്ഥത്തെ അന്വർത്ഥമാക്കാൻ വിശ്വാസികളായ നമുക്ക് സാധിക്കുകയാണെങ്കിൽ അവിടെയാണ് അള്ളാഹു ഒരുക്കിയിട്ടുള്ള വിജയം. ഇത് അഹ്ലുസുന്ന വൽ ജമാഅയുടെ മാത്രം പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അഹ്ലുസുന്നയുടെ പ്രത്യേകത പ്രത്യേകമായി പറഞ്ഞപ്പോൾ അവിടെ അദ്ദേഹം പറഞ്ഞു വഹും മുത്തബിഊന വലാ മുബ്തദിഊന എന്നാണ്. വഹും മുത്തബിഊന, എന്താണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വാക്കാലും പ്രവർത്തനത്താലും അംഗീകാരത്താലും പഠിപ്പിച്ചത്, അവിടുന്നിൽ നിന്ന് സ്വഹാബത്ത് എന്താണോ മനസ്സിലാക്കിയത് അതിനെ കൃത്യമായി പിൻപറ്റി അനുസരിച്ചു പോകുന്നവരാണ്. പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കി, പുത്തനാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ ഉണ്ടാക്കി, അല്ലെങ്കിൽ ഇസ്ലാമിലുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ, അതല്ലാത്തതായ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, കുറെ കാര്യങ്ങൾ കാണിക്കാനുണ്ട്, പ്രകടിപ്പിക്കാനുണ്ട്, പ്രദർശിപ്പിക്കാനുണ്ട് എന്ന മനോഭാവത്തോടുകൂടി ജീവിക്കുന്നവരല്ല. വഹും മുത്തബിഊന ലാ മുബ്തദിഊന. നബിചര്യയെ, ഇസ്ലാമിനെ പിൻപറ്റുന്നവരാണ്, പുതിയതിന്റെ പിന്നാലെ പോകുന്നവരല്ല. അതുപോലെ തന്നെ വയഖ്തദൂന വലാ യബ്തദൂന, എന്താണോ ഉള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകാപൂർണമായ സമ്പൂർണ്ണ മാതൃകയായി പഠിപ്പിക്കപ്പെട്ട ജീവിതത്തെ മാതൃകയായി സ്വീകരിച്ച് അനുധാവനം ചെയ്തു പോകുന്ന ആളുകളാണ്. അല്ലാതെ ഓരോ കാര്യങ്ങൾ തുടങ്ങി വെക്കുക, ആ തുടങ്ങി വെച്ചതായ കാര്യങ്ങൾക്ക് പ്രത്യേകമായ പോരിശകളും മേന്മകളുമൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കുക, എന്നിട്ട് അത് പള്ളികളിലും കവലകളിലും മദ്രസകളിലും ഒക്കെ വിളിച്ചു പറയുക, ആ സ്വഭാവമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 23 വർഷങ്ങളിലായി പഠിപ്പിച്ച അധ്യാപനങ്ങൾ, പാഠങ്ങൾ എന്താണോ അത് കൃത്യമായി മാതൃകയായി സ്വീകരിക്കുക.
വലിഹാദാ ഹും ഹിസ്ബുല്ലാഹ്. അതുകൊണ്ടാണ് അവർക്ക് അല്ലാഹുവിന്റെ വിഭാഗമായി മാറാൻ കഴിഞ്ഞത്. അൽ മുഫ്ലിഹൂന, അവർക്ക് വിജയിച്ചവരാകാൻ കഴിഞ്ഞത്. വഇബാദുൽ മുഅ്മിനൂന, അല്ലാഹുവിന്റെ ഇഷ്ടം കിട്ടുന്ന യഥാർത്ഥ വിശ്വാസികൾ എന്ന അടിമകളുടെ ഗണത്തിൽ അവർക്ക് ഉൾപ്പെടാൻ സാധിച്ചത് ഇസ്ലാമിനെ യഥാവിധി അനുസരിക്കാനും പിൻപറ്റാനും തയ്യാറായതുകൊണ്ടാണ്. ഇത് നമ്മുടെ മനസ്സിലുണ്ടാകണം. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളെ പിൻപറ്റുക എന്നതാണ് പ്രധാനം. മറ്റൊന്നിലേക്ക് ചായുകയും ചെരിയുകയുമല്ല. അതൊരിക്കലും വിശ്വാസികളിൽ പ്രകടമാകേണ്ട കാര്യമല്ല. നോക്കൂ നിങ്ങൾ, വഅലല്ലാഹി ഖസ്ദുസ് സബീൽ, സിറാത്തുൽ മുസ്തഖീമിലേക്ക് അവന്റെ അടിമകളെ എത്തിക്കുക എന്നത് അല്ലാഹു ഏറ്റെടുത്ത ബാധ്യതയാണ്. എന്നാലോ വമിൻഹാ ജായിറുൻ, പല കാരണങ്ങളാലും അതിൽ നിന്ന് ചെരിഞ്ഞു പോകുന്ന, തെറ്റിപ്പോകുന്ന, ചാഞ്ഞു പോകുന്ന ആളുകൾ ഉണ്ടാകും എന്നാണ്. അത് ലോകത്തുണ്ടായിട്ടുണ്ട്. നാം ജീവിക്കുന്ന നാട്ടിലും അത്തരത്തിലുള്ള അവസ്ഥകൾ പ്രകടമായിട്ടുണ്ട്. 926 കാലം മുതൽ നമ്മുടെ നാട്ടിൽ അന്ധവിശ്വാസങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന, പണിയെടുക്കുന്ന വിഭാഗമാണ് നമ്മുടെ നാട്ടിലുള്ള ഉസ്താദുമാർ, സമസ്ത വിഭാഗത്തിലെ മുസ്ലിയാക്കന്മാർ, പണ്ഡിതന്മാർ. ഏത് രൂപത്തിൽ വിശുദ്ധ ഖുർആൻ എന്ത് ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ ആ കാര്യം ചെയ്യാൻ അവർ മുന്നോട്ട് വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ എന്തായിരുന്നോ അത് ഉള്ളതാക്കി അവതരിപ്പിക്കാൻ ഉസ്താദുമാർ നേതൃത്വം കൊടുക്കും. അതിനെതിരെ ശക്തമായ പ്രാമാണിക മുന്നേറ്റം ഓരോ കാലഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. സമസ്ത വിഭാഗത്തിലെ പഴയകാല ഉസ്താദുമാർ അവരെല്ലാവരും ചേർന്ന് സമസ്തയുടെ ആശയം 933 പുറത്തിറക്കിയിട്ടുണ്ട്. അതറിയപ്പെടുക 8-ാം പ്രമേയം എന്നാണ്. 933 ശ്രദ്ധേയമായ 8-ാം പ്രമേയം. ഇവരെ എന്തുകൊണ്ട് അകറ്റണം എന്ന ചാലിയം AP അബൂബക്കർ മുസ്ലിയാർ എന്ന ഉസ്താദ് എഴുതിയിട്ടുള്ള ചെറിയ ഒരു പുസ്തകമാണിത്. ഈ പുസ്തകത്തിൻ്റെ 14-ാമത്തെ പേജിൽ ആ പ്രമേയം എടുത്തു കൊടുത്തിട്ടുണ്ട്. ആ പ്രമേയം എഴുതി പാസാക്കിയത് അക്കാലത്ത് പ്രസിദ്ധനായിരുന്ന ഷിഹാബുദ്ദീൻ അഹമ്മദ് കോയ ഷാലിയാത്തി എന്ന ഉസ്താദാണ്. സമസ്ത ഉസ്താദുമാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉസ്താദാണ്. അദ്ദേഹം ആ പ്രമേയം തുടങ്ങിയത് മരിച്ചുപോയ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ ഇവരുടെ ദാത്ത്, ജാഹ്, ഹക്ക്, ബറക്കത്ത് എന്നിവ കൊണ്ടുള്ള തവസ്സുൽ, നേരിട്ട് വിളിക്കൽ, അവരോട് സഹായത്തിന് അപേക്ഷിക്കൽ വളരെ അപകടകരമായ കാര്യങ്ങളാണ്. അഥവാ മരണപ്പെട്ടുപോയ അമ്പിയാക്കൾ, അതുപോലെ തന്നെ ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ ഇവരെ ഇടയിൽ വെച്ചുകൊണ്ട് യാ നബിയേ, യാ വലിയേ, യാ ഷൈഖേ എന്ന നിലക്ക് അവരെ നേരിട്ട് വിളിക്കുക. യാ റസൂലേ, യാ നബിയേ എന്ന് നേരിട്ട് വിളിക്കുക. അല്ലാഹനെ പോലുമല്ല, മരണപ്പെട്ടു പോയവരെ നേരിട്ട് വിളിക്കുക. മറ്റൊന്ന്, ആ മരണപ്പെട്ടു പോയവരുടെ മഹത്വം, അവർക്ക് പുണ്യമുണ്ട് എന്ന നിലക്ക് അവരെ ഇടയിൽ നിർത്തുക. മൂന്നാമത്തത്, പ്രാർത്ഥനയുടെ ഭാഗമായിട്ടുള്ള പ്രയാസഘട്ടങ്ങളിലെ സഹായതേട്ടം അവരോട് നടത്തുക. പ്രാർത്ഥനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ അഥവാ അദ്ദുആ വൽ ഇസ്തിഗാസ വത്തവസ്സുൽ, പ്രാർത്ഥന, സഹായതേട്ടം, ഇടതേട്ടം. ഇത് 3ഉം ആരാധനയുടെ മർമ്മങ്ങളാണ്. ആ 3 കാര്യങ്ങളെയും അല്ലാഹു അല്ലാത്തവർക്ക് നൽകാം എന്ന് പ്രത്യേക പ്രമേയം പാസാക്കി സമൂഹത്തിലേക്ക് ഇറങ്ങിയവരാണ് ഉസ്താദുമാർ. ഒരുപാട് സാധാരണക്കാർ, പാവങ്ങളായിട്ടുള്ള ആളുകൾ ഉസ്താദുമാരുടെ വാക്കും സംസാരവും കേട്ട് അതൊക്കെ ശരിയാണ് എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും മുഹീദ്ദീൻ ഷെയ്ഖിനെയും ബദരീങ്ങളെയും മമ്പുറം തങ്ങളെയും ഒക്കെ വിളിച്ച് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പരാതികളും പ്രശ്നങ്ങളും പറയുന്ന അവസ്ഥ സമൂഹത്തിലുണ്ടായിട്ടുണ്ട്. ഓരോ ഷെയ്ഖുമാരുടെയും പോരിശകൾ, മേന്മകൾ പറയുന്ന
മാലപ്പാട്ടുകളും ബെയ്ത്ത് പാട്ടുകളും അതുപോലെ തന്നെ പല നിലക്കുള്ള കഥകളും സമൂഹം കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇതുണ്ടായത്? ഇസ്ലാം മുന്നോട്ട് വച്ചിട്ടുള്ള, ഇസ്ലാം വളരെ ഗൗരവത്തോടെ അടിസ്ഥാന വിഷയമായി പഠിപ്പിച്ചിട്ടുള്ള തൗഹീദിൽ നിന്ന് പിറകോട്ട് പോകാൻ, ആ തൗഹീദിൽ നിന്ന് അകലുന്ന പണിയെടുത്തപ്പോഴാണ് ഈ അപകടം സമൂഹത്തിൽ ഉണ്ടായത്. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലെ ഒന്നാമത്തെ സൂറത്താണല്ലോ സൂറത്തുൽ ഫാത്തിഹ. ആ സൂറത്തിന്റെ ആരംഭം അള്ളാഹുവിന്റെ മഹത്വത്തെ, അവന്റെ ഗുണങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് എടുത്തു പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല തുടങ്ങിയിട്ടുള്ളത്. അതെല്ലാം പറഞ്ഞിട്ട് വലിയ ഒരു പ്രഖ്യാപനം, ഒരു പ്രതിജ്ഞ ആ സൂറത്തിന്റെ മധ്യഭാഗത്തുണ്ട്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുക. വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുക. എന്തുമാത്രം മഹത്വമുള്ള, വിലയുള്ള, പ്രാധാന്യമുള്ള ഒരു പ്രഖ്യാപനമാണ്. എന്താണ് ആ പ്രഖ്യാപനത്തിന്റെ യഥാർത്ഥ ആശയം? അല്ലാഹുവേ, എന്റെ ആരാധന മുഴുവനും നിനക്കാണ്. നീയല്ലാത്ത ഒരാളെ ആരാധിക്കാനോ വണങ്ങാനോ, ഒരാൾക്ക് മുമ്പിൽ താഴ്മയോടെ വിനയത്തോടെ കുനിഞ്ഞു നിൽക്കാനോ കുമ്പിടാനോ ഞാനില്ല. ആരാധനയായിട്ടുള്ള മുഴുവൻ കാര്യവും നിനക്കാണ് അല്ലാ എന്ന പ്രഖ്യാപനമാണ്. വയ്യാക നസ്തഈൻ, എന്റെ സഹായത്തേട്ടം നിന്നോട് മാത്രമാണ്. എന്റെ ജീവിതത്തിൽ പ്രയാസഘട്ടങ്ങളാകട്ടെ, അല്ലാത്ത അവസ്ഥകളാകട്ടെ, ഏതു കാര്യമാകട്ടെ, അതെല്ലാം സാധിച്ചു കിട്ടാൻ, സഫലമായി കിട്ടാൻ എനിക്ക് സഹായം തേടാനുള്ളത് നിന്നോട് മാത്രമാണ് നാഥാ, വേറെ ആരോടുമില്ല. സാധാരണയായി നമുക്ക് നടന്നു കിട്ടേണ്ട ഒരു കാര്യം പോലും സാധിച്ചു കിട്ടണമെങ്കിൽ അള്ളാഹുവിന്റെ തൗഫീഖ് നിർബന്ധമാണ്, അള്ളാഹുവിന്റെ തീരുമാനം നിർബന്ധമാണ്. അതില്ലെങ്കിൽ നടക്കൂല. അതില്ലെങ്കിൽ എവിടെയും എത്താൻ നമുക്ക് സാധിക്കുകയില്ല. അള്ളാഹുവിൽ തവക്കുലാക്കി ഒരു ജോലിക്ക് ഇറങ്ങിയാൽ, അള്ളാഹുവിൽ തവക്കുലാക്കി നമ്മുടെ കാര്യങ്ങൾ മറ്റുള്ളവരോട് ആവശ്യപ്പെട്ടാൽ, അള്ളാഹുവിൽ തവക്കുലാക്കി നമുക്ക് വേണ്ട കാര്യങ്ങൾ സാധിച്ചു കിട്ടാൻ പറ്റുന്ന കഴിയുന്ന മേഖലകളിൽ അത് ചോദിച്ചാൽ, അള്ളാഹുവിൽ തവക്കുലാക്കിയാൽ നമുക്ക് സഫലമായി കിട്ടും. വമൻ യതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബുഹു, അള്ളാഹുവിൽ തവക്കുലാക്കിയാൽ അവൻ മതി എന്നാണ്. ഈ പ്രതിജ്ഞ മനസ്സിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, എന്റെ റബ്ബിന് അവകാശപ്പെട്ട ഒന്ന് എന്റെ റബ്ബല്ലാത്ത ആർക്കും, അഥവാ പ്രവാചകന്മാർക്ക്, മലക്കുകൾക്ക് ആർക്കുമില്ല, എന്റെ റബ്ബിന് മാത്രമാണ്. എന്നാലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവിടുന്ന് നേരിട്ട് വിളിക്കാം, അവിടുന്നോട് പ്രാർത്ഥിക്കാമെന്ന് പറയുക മാത്രമല്ല, അത് സമൂഹത്തോട് കൽപ്പിക്കുക കൂടി ചെയ്യുന്ന അവസ്ഥ വ്യാപകമായി നാം കാണുന്നുണ്ട്. അതിൽ വളരെ അപകടം നിറഞ്ഞ ഒരു സംസാരം കേൾക്കുക. പകർച്ചവ്യാധികൾ അല്ലാഹു എടുത്തു കളഞ്ഞത് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ലാഹ് നമുക്ക് മങ്കൂസ് മൗലിദ് സമ്മാനിച്ചപ്പോഴാണ്. ഖദ് ഹല്ല ബീമാ ഖദ് അലിംത മിനൽ അദാ വൽളുൽമി വൽളുഅഫി ശദീദി ഫാസിദി യാ റസൂലല്ലാഹ്, ഇതാ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഞങ്ങളെ വന്ന് വലയം ചെയ്തിരിക്കുന്നു നബിയേ, അങ്ങ് ഞങ്ങളെ ഒന്ന് സഹായിക്കണേ യാ റസൂലല്ലാഹ്. മുത്തുനബിയോട് സഹായം തേടാൻ പറ്റുമോ എന്നാണ് ഇബ്ലീസിന്റെ മക്കളായ ചില ആളുകളുടെ സംശയം. കേട്ടല്ലോ, മുത്തുനബിനോട് സഹായം തേടാൻ പറ്റുമോ ഇല്ലയോ എന്ന സംശയമാണ് ആരുടെ? ഇബ്ലീസിന്റെ മക്കളുടെ സംശയം. ഇബ്ലീസിന്റെ മക്കൾ എന്നാണ് അള്ളാഹുവിനോട് മാത്രമേ സഹായം തേടാവൂ, അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് പഠിപ്പിക്കുന്ന ആളുകളെ വിശേഷിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ഇതിന്റെ ഗൗരവം എത്രയാണ്? കുറച്ചാളുകൾക്ക് മുമ്പിൽ ഇങ്ങനെ പറയുക എന്നത് ആർക്കും സാധിക്കുന്ന കാര്യമാണ്. പക്ഷേ ഇതെവിടെ ചെന്നാണ് തട്ടുന്നത്? ഒന്ന്, അള്ളാഹുവിന്റെ കൽപ്പന അഥവാ വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആൻ നിരവധി ആയത്തുകളിലൂടെ ആഹ്വാനം ചെയ്തിട്ടുള്ള കാര്യമാണ് പ്രാർത്ഥനയും സഹായത്തേട്ടവും അല്ലാഹ്ക്ക് മാത്രം.
അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് സൂറത്ത് ഫാത്തിഹയിലെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്ത്. ഇനിയോ അല്ലാഹു തന്നെ പറഞ്ഞ കാര്യമാണല്ലോ, എന്നോട് നിങ്ങൾ സഹായം തേടുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. എന്നോട് നിങ്ങൾ പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. ഇതൊക്കെ ഇബ്ലീസിന്റെ മക്കളുടെ വാദമാകുമോ? അതാണ് ഉസ്താദുമാരോട് വളരെ ആത്മാർത്ഥമായി ചോദിക്കാനുള്ളത്. എന്തും വിളിച്ചു പറയുക എന്നതല്ല, അതൊക്കെ ശിർക്കിന് വെള്ളവും വളവും കൊടുക്കലാണ് എന്ന പേടി ഉസ്താദുമാർക്കുണ്ടാകണം. മാത്രവുമല്ല, ഇത് മങ്കൂസ് മൗലിദിനെ കുറിച്ചാണ്. മങ്കൂസ് മൗലിദും ഇസ്ലാമുമായി എന്ത് ബന്ധമാണ്? നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ഒരാൾ എഴുതിക്കൂട്ടിയ ഒരു പദ്യശകലം, കുറെ വരികൾ, ആ വരികളിൽ ശിർക്ക് നിറഞ്ഞാടുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പാപങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടി കരഞ്ഞ് ആളുകൾ ആ വരികൾ പാടുന്നു. ഇർതകബതു അലൽ ഖതാ ഗൈറ സിരിൻ വഅദദ് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. മങ്കൂസിലെ ഒരു വരിയാണ്. കുറ്റമെന്ന പാപമെന്ന വാഹനം കയറി ഞാനിതാ വന്നിരിക്കുന്നു, അങ്ങയുടെ അടിമ, ആവലാതിയും പ്രയാസവുമായി റസൂലേ വന്നിരിക്കുന്നു. ആരോട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. ഇതാണ് മങ്കൂസിന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രയാസങ്ങൾ നീക്കിത്തരുന്നവരാണ്, ബുദ്ധിമുട്ടുകൾ അകറ്റിത്തരുന്നവരാണ്, കുഴപ്പങ്ങൾ നീക്കിത്തരുന്നവരാണ് എന്നതാണ് ആ പദ്യങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ടാണ് ദീനുമായി അത് ബന്ധമുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ സ്വഹാബത്ത് പോലും ആ നിലക്കുള്ള ഒരു അഭിസംബോധന, ഒരു സംസാരം അവിടുന്ന് മുമ്പിൽ നടത്തിയിട്ടില്ല. അവിടുന്ന് മരണശേഷം, വഫാത്തിന് ശേഷം സ്വഹാബികൾ ആരും ആ നിലക്കുള്ള ഒരു കാര്യം കാണിച്ചു തന്നിട്ടില്ല. എന്തേ കാരണം? അത് ഇസ്ലാമല്ല. ഇനി നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കരഞ്ഞ് പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടുകൾ നീക്കിത്തരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു രംഗം അതുകൂടി നമ്മൾ കാണുക. ഞങ്ങൾക്ക് ഓതി പഠിപ്പിച്ചിട്ടുണ്ടല്ലോ നബിയേ, വലാ തഹ്സബന്നല്ലാഹ മാ യഅമലുല്ലാലിമൂൻ. അങ്ങ് ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത വിജയം ഞങ്ങൾക്ക് നൽകണേ യാ റസൂൽ. ഈ അക്രമത്തിന്, ഈ ക്രൂരതക്ക് അങ്ങ് ഞങ്ങളോട് പൊറുക്കണേ യാ റസൂലല്ലാഹ്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ട് വിളിച്ച് തേടുന്ന രംഗമാണ്. ആ സരസിലുള്ള ഒട്ടേറെ സാധാരണക്കാർ കരഞ്ഞ് അതിന് ആമീൻ പറയുന്നു. ഇതാണ് അള്ളാഹുവിന് അവകാശപ്പെട്ട ഒന്ന് അള്ളാഹു അല്ലാത്തവർക്ക് മുമ്പിൽ നൽകുക, അള്ളാഹു അല്ലാത്തവർക്ക് കാഴ്ചവെക്കുക എന്ന് പറഞ്ഞാൽ. ഇവിടെ നോക്കൂ നിങ്ങൾ, പ്രയാസഘട്ടങ്ങൾ നീക്കിത്തരണേ, ഞങ്ങളെ ബുദ്ധിമുട്ടുകൾ മാറ്റിത്തരണേ എന്ന നിലക്കാണ്. ഫിലസ്തീനിൽ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന ആ കാര്യം മാറിക്കിട്ടുന്നതിന് വേണ്ടിയുള്ള സഹായതേട്ടമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ജീവിതത്തിൽ എത്രയോ വലിയ പ്രയാസങ്ങൾ, പരീക്ഷണങ്ങൾ അഭിമുഖീകരിച്ചപ്പോൾ മുൻകാലത്ത് കഴിഞ്ഞുപോയ ഏതെങ്കിലും ഒരു പ്രവാചകനെ, ഉലുൽ അസ്മിൽപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെയോ മൂസാ നബി അലൈഹിസ്സലാമയെയോ ഈസാ നബി അലൈഹിസ്സലാമയെയോ നൂഹ് നബി അലൈഹിസ്സലാമയെയോ വിളിച്ചു തേടിയിട്ടില്ല. ആ നിലക്കുള്ള ഒരു രീതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചിട്ടില്ല. കാരണം ഖുർആൻ വളരെ ഗൗരവത്തോടുകൂടി പഠിപ്പിച്ച കാര്യമാണ്. അമ്മയുജീബുൽ മുൽത്തറ ഇദാ ദഅഉ. പ്രയാസപ്പെടുന്ന, പരീക്ഷണത്തിൽ ബുദ്ധിമുട്ടിൽ അകപ്പെട്ട ഒരാൾ വിളിച്ചു തേടുമ്പോൾ ഉത്തരം നൽകുന്നവൻ ആരാണ്? വയക്ഷിഫുസ്സൂഅ. കുഴപ്പങ്ങളെ നീക്കിത്തരുന്നവൻ, മാറ്റിത്തരുന്നവൻ ആരാണ്? അത് അല്ലാഹുവാണ്. അല്ലാഹു അല്ലാത്ത ഒരാൾക്കും
അതറിയാനോ നീക്കാനോ അതിനെ തടയാനോ കഴിയില്ല. അള്ളാഹുവിന്റെ മാത്രം കഴിവാണ്. ആ കഴിവിലാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പങ്കുചേർക്കുന്നത്. ആ കഴിവിലാണ് ഔലിയാക്കളെന്നും സ്വാലിഹീങ്ങളെന്നും വിശേഷിപ്പിക്കപ്പെടുന്ന ആളുകളെ പങ്കുചേർക്കുന്നത്. ഇത് വിശ്വാസത്തെയാണ് ബാധിക്കുന്നത്, തൗഹീദിനെയാണ് ബാധിക്കുന്നത്. മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഓരോ ആയത്തുകൾക്കും കൊടുത്ത വിശദീകരണത്തിൽ ഈ നിലക്കുള്ള കാര്യങ്ങൾ കാണുകയില്ല. അവരായത്തുകൾക്ക് നൽകിയിട്ടുള്ള വിശദീകരണങ്ങളിൽ അള്ളാഹുവിനെ വിളിക്കണം എന്നല്ലാതെ പ്രവാചകന്മാരെ വിളിച്ചോളൂ, സ്വാലിഹീങ്ങളെ വിളിച്ചോളൂ, ഔലിയാക്കളെ വിളിച്ചോളൂ എന്ന നിലക്കുള്ള ഒരു വാചകമില്ല. തഫ്സീറു ജലാലൈനി, അത് നമ്മുടെ നാട്ടിലെ ഉസ്താദുമാർക്ക് ഏറെ പരിചയമുള്ള തഫ്സീറാണ്. അതുകൊണ്ടാണ് അത് പ്രത്യേകം എടുത്തു പറയുന്നത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിനെ പറ്റി അദ്ദേഹം ആ തഫ്സീറിൽ പറഞ്ഞപ്പോൾ, അതിന്റെ വിശദീകരണമായി കൊടുത്തപ്പോൾ, നഖുസ്സുക ബിൽ ഇബാദ മിൻ തൗഹീദിൻ വഗൈരിഹി, അല്ലാഹുവിന്റെ ഏകത്വത്തിലും മറ്റു കാര്യങ്ങളിലുമൊക്കെ അല്ലാഹു ഏകനാണ് എന്നത് അവന്റെ പ്രത്യേകതയാണ്. അതിൽ യാതൊരു പങ്കുകാരും അല്ലാഹുവിനില്ല. വനതുലുബുൽ മഊന അലൽ ഇബാദത്തി വഗൈരിഹാ, ആരാധനാ കാര്യങ്ങളിലും ജീവിതവുമായി ബന്ധപ്പെട്ട ഏത് കാര്യങ്ങളിലും അല്ലാഹുവിനോടാണ് നാം സഹായം തേടുന്നത്, അല്ലാഹുവിനോടാണ് നാം സഹായം ചോദിക്കുന്നത്. അവിടെ അല്ലാ എന്നതിന് പകരം യാ റസൂലല്ലാ, യാ നബിയല്ലാ എന്ന് വിളിക്കാനുള്ള അനുവാദം ഇസ്ലാം തന്നിട്ടില്ല. ആ നിലക്ക് പോയാൽ ശിർക്കിൽ അകപ്പെടും എന്ന മുന്നറിയിപ്പാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് തന്നിട്ടുള്ളത്. അള്ളാഹുവിന് മാത്രമായിട്ടുള്ള അവൻ്റെ അവകാശങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വകവെച്ച് കൊടുക്കുന്നതായ അവസ്ഥകൾ സമൂഹത്തിൽ ധാരാളമായി വ്യാപകമായി നിലനിൽക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് നാം കണ്ടത്. വിശുദ്ധ ഇസ്ലാം ശക്തമായി വിലക്കിയിട്ടുള്ള ഏറ്റവും വലിയ പാപമായി പഠിപ്പിച്ചിട്ടുള്ള ശിർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ അപകടം. ഫലാ തജഅലൂ ലില്ലാഹി അൻദാദ, അല്ലാഹുവിന് നിങ്ങൾ സമന്മാരെ, പകരക്കാരെ ഉണ്ടാക്കരുത് എന്ന് വിശുദ്ധ ഖുർആൻ വിരോധിച്ചിട്ടുള്ള കാര്യമാണ്. ആ കാര്യത്തെ പരിഗണിക്കാതെ ഇത്തരം അപകടങ്ങളുമായി ഉസ്താദുമാർ മുന്നോട്ട് പോകുമ്പോൾ അത് സമൂഹത്തിൻ്റെ വിശ്വാസത്തെയാണ് ബാധിക്കുന്നത്. അതിനുള്ള ശരിയായ പരിഹാരം നിർദ്ദേശിച്ചു കൊടുക്കൽ അനിവാര്യമാണ്. ഇനി നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളിൽ വളരെ ശ്രേഷ്ഠരായി അറിയപ്പെട്ടവരാണ് ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ള സ്വഹാബികൾ. ആ യുദ്ധത്തിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അവർ പോകുമ്പോൾ അവർക്ക് പ്രാർത്ഥിക്കാനും സഹായം തേടാനുമുള്ളത് അള്ളാഹുവിനോടാണ്. സൂറത്ത് അൻഫാലിലൂടെ ആ കാര്യം അള്ളാഹു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. വലിയ ഒരു പ്രയാസത്തിൻ്റെ മുമ്പിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അവർ പോകുന്നത്. ആ ഘട്ടത്തിൽ പോലും അള്ളാഹുവിനോട് സഹായം തേടുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നതായിരുന്നു അവർ പഠിപ്പിച്ചതും നമുക്ക് പകർന്നതുമായ കാര്യം. എന്നാൽ ബദരീങ്ങളോട് പ്രാർത്ഥിച്ചു എന്ന്, ബദരീങ്ങളോട് പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ പ്രാർത്ഥിക്കാം, ആ നിലക്കുള്ള കാര്യങ്ങൾ ഉസ്താദുമാർ സമൂഹത്തെ പഠിപ്പിക്കുകയാണ്. സമസ്ത വിഭാഗത്തിലെ മുതിർന്ന ഉസ്താദാണ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ. ഇന്നും ജീവിച്ചിരിക്കുന്ന അവരുടെ പണ്ഡിതനാണ്. അദ്ദേഹത്തോട് ചോദിക്കുകയാണ്,
ബദരീങ്ങളെ, മുഹീദ്ദീൻ ഷെയ്ഖെ എന്നിങ്ങനെ വിളിച്ചു പ്രാർത്ഥിക്കൽ അനുവദനീയമാണോ? അദ്ദേഹം കൊടുക്കുന്ന മറുപടി അനുവദനീയമാണ് എന്നാണ്. ആ കാര്യം അനുവദനീയമാണെങ്കിൽ അതാരിൽ നിന്ന് കിട്ടണം? അള്ളാഹുവിൽ നിന്ന് അറിയിപ്പ് കിട്ടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം ആ വിഷയത്തിൽ ഉണ്ടാകണം. അല്ലാതെ നമ്മുടെ അഭിപ്രായത്തിനും താല്പര്യത്തിനും അനുസരിച്ച് അനുവദനീയമാണ് എന്ന വിധി മതകാര്യത്തിൽ പറയാൻ പാടില്ല. വിശുദ്ധ ഖുർആനിലെ ആയത്തുകളെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ടാണ് ഇത്തരം മറുപടികൾ ഉസ്താദുമാർ പറയാറുള്ളത്. എഴുത്തിൽ മാത്രമല്ല, അവരുടെ പ്രഭാഷണങ്ങളിൽ വരെ സമൂഹത്തോട് പറയുന്നത് ബദരീങ്ങളോട് പ്രാർത്ഥിച്ചു എന്നാണ്. ഒരു ഉസ്താദ് ആ കാര്യം പറയുന്നത് ഒന്ന് കേൾക്കാം. മേഖലയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായി, ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി. നമ്മൾ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് സഹായം തേടി. അള്ളാഹുവിന്റെ കാരുണ്യമുണ്ടായി. പ്രയാസമുണ്ടായപ്പോൾ ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചു, ബദരീങ്ങളോട് സഹായം തേടി എന്നാണ്. ആരാ ഇത് പറയുന്നത്? ഒരു നാട്ടിലെ ഒരു സാധാരണക്കാരനല്ല. സമൂഹത്തിന് നേതൃത്വം കൊടുക്കാൻ നിയമിക്കപ്പെട്ട ആളുകളാണ് സമൂഹത്തിന് മുമ്പിൽ ധൈര്യസമേതം ശിർക്ക് ചെയ്തത് വിളിച്ചു പറയുന്നത്. എന്തുമാത്രം അപകടമാണ്! നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ജീവിതത്തിൽ നടത്തിയ പ്രഖ്യാപനം, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ, എന്റെ റബ്ബിനോട് മാത്രമാണ് ഞാൻ പ്രാർത്ഥിക്കുക, അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കുകയില്ല എന്നാണ്. ഇത് വിശുദ്ധ ഖുർആനിൽ പച്ചയായി കിടക്കുന്ന കാര്യമാണ്. അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നു എന്നല്ല. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി, എന്റെ റബ്ബിനോടാണ് നിശ്ചയം ഞാൻ പ്രാർത്ഥിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബദരീങ്ങൾക്ക് ശേഷവും ജീവിച്ച മഹാനാണല്ലോ. ബദർ യുദ്ധശേഷമാണല്ലോ ബാക്കി യുദ്ധങ്ങളെല്ലാം ഉണ്ടായത്. ഏതെങ്കിലും ഒരു യുദ്ധവേളയിൽ, ഉഹുദിന്റെയോ ഖന്തഖിന്റെയോ വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബദർ ശുഹദാക്കളെ വിളിച്ചതായി, തേടിയതായി, സഹായം തേടിയതായി ഉണ്ടോ? ഇല്ല. അങ്ങനെ ഒരു ചരിത്രം ഇല്ല. അതാണ് ഇസ്ലാം മുന്നോട്ട് വെച്ചതിനെ മാറ്റുകയും ഇസ്ലാം വിലക്കിയതിനെ തുടരുകയും ചെയ്താൽ ഉണ്ടാകുന്ന അപകടം. വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നു, എന്നോട് നിങ്ങൾ പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. എന്താ അതിന്റെ അർത്ഥം? പ്രാർത്ഥനയാണോ? അത് എന്നോടാണ്, അത് ആരാധനയാണ്. ഞാനല്ലാത്ത ഒരാൾക്കും അത് കൊടുക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വേറെയാക്കിയിട്ടില്ല. മലക്കുകളെയോ ജിന്നുകളെയോ ഔലിയാക്കളെയോ സ്വാലിഹീങ്ങളെയോ വേറെയാക്കിയിട്ടില്ല. അത് അല്ലാഹുവിന്റെ മാത്രം പ്രത്യേകതയാണ്. ആ പ്രത്യേകതയെ ഉൾക്കൊള്ളാതെ ബദരീങ്ങളോട് പ്രാർത്ഥിച്ചു എന്ന് ഉസ്താദുമാർ സമൂഹ മധ്യത്തിൽ പറയുകയാണ്. ഇനിയോ വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളെ വെല്ലുവിളിക്കുന്ന രൂപത്തിലാണ് ഈ വിഷയ സംബന്ധമായി കാര്യങ്ങൾ ഉസ്താദുമാർ എഴുതിയിട്ടുള്ളത്. സമൂഹത്തിൽ പ്രസിദ്ധമാണല്ലോ ബദർ മൗലിദ്. ആ ബദർ മൗലിദിന്റെ വിശദീകരണം എഴുതപ്പെട്ട പുസ്തകത്തിന്റെ 43-ാമത്തെ പേജ്. അതിൽ കാണാം, ഏതേത് പ്രശ്നങ്ങളായിരുന്നാലും ശരി, ഐഹികമാകട്ടെ പാരത്രികമാകട്ടെ, ബദരീങ്ങളെ വിളിച്ച് സഹായം തേടിയാൽ തീർച്ചയായും സഹായം ലഭിക്കപ്പെടും. ഇസ്ലാമിക പ്രമാണങ്ങളിൽ അതിന് മതിയായ രേഖകൾ പ്രസ്പഷ്ടമായിരിക്കെ അത് ശിർക്കാണെന്ന് പറയുന്നവരുടെ തലക്കാണ് വട്ട്. ഏത് കാര്യമാകട്ടെ, ദുന്യാവിന്റെ ഒരു പ്രശ്നം, ശാരീരികമോ സാമ്പത്തികമോ കുടുംബപരമോ സാമൂഹികമോ ആയ ഒരു പ്രശ്നം, ഇനി അതല്ല പാരത്രികം, വിചാരണ, സ്വർഗം കിട്ടൽ, നരകമോചനം എന്നിത്യാദി കാര്യങ്ങൾ ഏതുമാകട്ടെ, അത് ബദരീങ്ങളോട് സഹായം തേടിയാൽ സാധിച്ചു കിട്ടും, നടപ്പിലായി കിട്ടും എന്നാണ് ഉസ്താദുമാർ സമൂഹത്തെ പഠിപ്പിക്കുന്നത്.
സഹോദരങ്ങളെ, ആലോചിക്കുക, ഇതിൽ അപകടമുണ്ടോ? ഇത് ഗൗരവമാണോ? മനസ്സിനെ ബാധിക്കുന്ന ഈ അസുഖത്തെ പ്രാമാണികമായി ചികിത്സിക്കേണ്ടതുണ്ടോ ഇല്ലയോ? അതിന്റെ ഉത്തരമാണ് നമ്മൾ കാണേണ്ടത്. അതാണ് വിശുദ്ധ ഖുർആൻ ഒന്നാമത്തെ സൂറത്തിലൂടെ തന്നെ നടത്തിയ പ്രഖ്യാപനം. വഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നീറുന്ന പ്രയാസങ്ങൾ, കുറുബാത്തുകൾ, പ്രശ്നങ്ങൾ നേരിട്ടപ്പോൾ യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസു അസ്ലിഹ് ലീ ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി തറഫത ഐൻ, എന്നെന്നും ജീവിച്ചിരിക്കുന്ന, എല്ലാം നിയന്ത്രിക്കുന്ന അല്ലാഹുവേ, ഞാൻ നിന്നോട് നിന്റെ റഹ്മത്ത് കൊണ്ട് സഹായം തേടുന്നു. ബിറഹ്മതിക അസ്തഗീസു എന്നാണ് പറഞ്ഞത്. അല്ലാതെ ബദർ ശുഹദാക്കളെ കൊണ്ട് സഹായം തേടുന്നു, ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാരെ കൊണ്ട് സഹായം തേടുന്നു, മറ്റു പ്രവാചകന്മാരെ കൊണ്ട്, പൂർവകാലങ്ങളിൽ ജീവിച്ച സ്വാലിഹീങ്ങളെ കൊണ്ട് സഹായം തേടുന്നു എന്നല്ല. ആ നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു അധ്യാപനം നടത്തിയിട്ടില്ല. അപ്പൊ നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേരിട്ട് പ്രാർത്ഥിക്കുന്നു, അവിടുന്ന് വിളിച്ച് സഹായം തേടുന്നു, ബദരീങ്ങളോട് പ്രാർത്ഥിക്കുന്നു, ബദരീങ്ങളെ വിളിച്ച് സഹായം തേടുന്നു. ഇതാണ് തൗഹീദിന് നേർവിപരീതമായ അവസ്ഥ കാലങ്ങളായി ഉസ്താദുമാർ സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനിയോ പ്രവാചകന്മാർ കഴിഞ്ഞാൽ, സ്വഹാബത്ത് കഴിഞ്ഞാൽ, പിന്നെ സമൂഹത്തിൽ ഔലിയാക്കളെന്ന് പരിചയപ്പെടുത്തപ്പെട്ട കുറെ ആളുകളുണ്ട്. അതുപോലെ തന്നെ ഓരോ കാലഘട്ടങ്ങളിലും അവരാൽ കഴിയുന്ന വിധം നല്ല നിലക്ക് ജീവിച്ച, ഇസ്ലാമിക ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ, നല്ലതായ കാര്യങ്ങൾ ചെയ്ത ആളുകൾ, അവരുടെ പേരിലേക്കും ഇത്തരം കാര്യങ്ങൾ ഉസ്താദുമാർ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അവരുടെ പേരിലും ഇത്തരം കാര്യങ്ങൾ വിശ്വസിക്കുകയും സമൂഹത്തെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. അതിലേറ്റവും പ്രധാനമാണ് മുഹിയുദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹിമഹുല്ലാഹ്. അദ്ദേഹത്തിന്റെ പേരിൽ ഇല്ലാത്ത കുറെ കഥകളും കാര്യങ്ങളും ചേർത്തുകൊണ്ട് മുഹിയുദ്ദീൻ മാല എന്ന ഒരു സംഗതി സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെടുത്താനും അടുപ്പിക്കാനും പറ്റാത്ത ഒട്ടേറെ വ്യാജ കഥകൾ, കള്ളക്കഥകൾ സമൂഹം കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ആ മുഹിയുദ്ദീൻ ഷെയ്ഖിനോട് വിളിച്ച് പ്രാർത്ഥിക്കാം, വിളിച്ച് സഹായം തേടാം എന്ന് പച്ചയായി ഉസ്താദുമാർ പറയുന്നു. ആ ഒരു ഭാഗം കേൾക്കുക. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്നോട് തേടൂ വേണ്ടുന്നത് ഫേരും, എന്നാരെ തേടിയതെല്ലാം കൊടുത്തോവർ. എന്നോട് തേടുവീൻ, വേണ്ടുന്നതൊക്കെ ചോദിച്ചോളൂ, എന്ത് ചോദിച്ചാലും ഞാൻ കൊടുക്കും. ഞാൻ കൊടുക്കാത്തതായി ഒന്നുമില്ല. വല്ല നിലത്തിനും എന്നെ വിളിപ്പോർക്ക് വായിക്കൂടാ ഉത്തീരം ചെയ്യും. ഞാൻ എന്നെ വിളിച്ചോളൂ, ഏത് നാട്ടിൽ എന്ന് നിങ്ങൾ ചോദിച്ചാലും മുരീദി ഇതാമാക്കാൻ ശർക്കം വറുബ, എന്റെ മുരീദ് മശ്രിക്കിലാകട്ടെ മഗ്രിബിലാകട്ടെ എന്നെ വിളിച്ചാൽ ഞാൻ അവനെ സഹായിച്ചിരിക്കും. ഏത് നാട്ടിൽ എന്നൊരു പ്രശ്നമല്ല. അത്രയും കൈകാര്യം ചെയ്യാനുള്ള അധികാരം അവർക്കുണ്ട്. അതെങ്ങനെ നമ്മൾ കാണിക്കണം? ആ അധികാരത്തിൽ നിന്ന് നമ്മൾ ചോദിക്കണം. ഇവിടുന്ന് വിളിച്ചാൽ, ഏത് ഭാഗത്ത് നിന്ന് ആര് വിളിച്ചാലും ഷെയ്ഖ് അവർകൾ ഉത്തരം കൊടുക്കും എന്നാണ്. ഇതൊരിക്കലും മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹിമഹുല്ലാഹ് പഠിപ്പിച്ച വിശ്വാസമല്ല. അദ്ദേഹത്തിന്റെ വാക്കുകളിലോ അദ്ദേഹത്തിന്റെ ജീവിതത്തിലോ ഇത് കാണുകയില്ല. പിന്നെ എവിടെയുള്ളത്? 400 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട കായൽ പട്ടണത്തുകാരനായ ഒരാൾ എഴുതിയ മുഹിയുദ്ദീൻ മാല. ആ മുഹിയുദ്ദീൻ മാലയിലാണ് ഇത്തരം അപകടങ്ങൾ നിറഞ്ഞു കിടക്കുന്നത്. എന്താ സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളുമായി ഇതിനെ തട്ടിച്ചു നോക്കുമ്പോൾ ഒരു വിശ്വാസിക്ക് ഇതിനോട് എന്ത് സമീപനം സ്വീകരിക്കാൻ സാധിക്കും? വിശുദ്ധ ഖുർആൻ ഗണ്ഡിതമായി ഉറപ്പിച്ചു പറഞ്ഞ ഒരു കാര്യമാണ്. വഇദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ് ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅൻ. പ്രവാചകരെ, എന്റെ അടിമകൾ എന്നെ കുറിച്ച് നിങ്ങളോട് ചോദിച്ചാൽ
വിളിക്കുന്നവന്റെ വിളിക്ക് ഉത്തരം കൊടുക്കാൻ ഞാനിതാ അവന്റെ സമീപത്തുണ്ട്. ഇത്രയും നല്ല ഉറപ്പ് തരാൻ ആർക്കാ സഹോദരങ്ങളെ സാധിക്കുക? എവിടുന്ന് വിളിച്ചാലും കാണാനും കേൾക്കാനും ഉത്തരം ചെയ്യാനും കഴിവുള്ള ആളാണ് മുഹ്യിദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് എന്ന് അദ്ദേഹം പറഞ്ഞതല്ല, പഠിപ്പിച്ചതല്ല, ഇസ്ലാമിന്റെ അധ്യാപനമല്ല. അദ്ദേഹത്തിന്റെ പേരിൽ എഴുതിവിട്ടതാണ്, പ്രചരിപ്പിച്ചതാണ്. ആ ഒരു കാര്യം മാത്രമല്ല, അള്ളാഹുവിൽ നിന്ന് കിട്ടേണ്ട ഏകദേശം എല്ലാ കാര്യങ്ങളും മുഹ്യിദ്ദീൻ ശൈഖിൽ നിന്ന് കിട്ടുമെന്നാണ് മാലക്കാരൻ സമൂഹത്തെ കേൾപ്പിച്ചിട്ടുള്ളത്. ഈ മാലക്കിതാബ് വിശ്വാസമുള്ളവരെ അടുപ്പിക്കാൻ പറ്റാത്തതാണ്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ എടുത്തു മാറ്റേണ്ടതാണ്. അത്രത്തോളം അപകടങ്ങൾ കുത്തി നിറക്കപ്പെട്ട ഒന്നാണ്. എന്നെ പിടിച്ചവർ ഏതും പേടിക്കണ്ട, എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ. മുഹ്യിദ്ദീൻ ശൈഖിനെ മുറുകെ പിടിച്ചാൽ ഒന്നും പേടിക്കേണ്ടതില്ല, എല്ലാറ്റിനുമുള്ള കാവൽ ശൈഖ് അവർ തരുമെന്നാണ്. വിശുദ്ധ ഖുർആന്റെ ആഹ്വാനം എന്താണ്? വഅതസിമൂ ബില്ലാഹ്, അല്ലാഹുവിനെ മുറുകെ പിടിക്കണം. വഅതസിമൂ ബിഹബിലില്ലാഹ്, അല്ലാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കണം. ശൈഖുമാരെയും ഔലിയാക്കളെയും ബീവികളെയും മുറുകെ പിടിക്കണം എന്നല്ല. പിന്നെയോ കനിയില്ലാ കാലം കനിയെ കൊടുത്തോവർ, കനിയില്ലാത്ത കാലത്ത്, ഫലമില്ലാത്ത കാലത്ത് ആ ഫലം കൊടുത്ത ആളാണ്. അതുപോലെ തന്നെ എല്ലാ മരങ്ങളിലും കനിയ നിറച്ച ഫലം നിറച്ച ആളാണ്. ഒരുപാട് കള്ളത്തരങ്ങൾ ഈ മാലക്കിതാബിലൂടെ സമൂഹം കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. സഹോദരങ്ങളെ, മുഹ്യിദ്ദീൻ ശൈഖ് അവകാശപ്പെടാത്ത, അള്ളാഹുവിന്റെ അടിമയായ ഒരാൾക്ക് അവകാശപ്പെടാൻ പറ്റാത്ത ശുദ്ധമായ ശിർക്ക് ആ ശൈഖിന്റെ പേരിൽ സമൂഹത്തെ കാലങ്ങളായി ഉസ്താദുമാർ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങൾ പ്രസക്തമാകുന്നത്. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരായ ആളുകൾ ഇബാദുൻ അംസാലുക്കും, നിങ്ങളെപ്പോലെയുള്ള അടിമകൾ മാത്രമാണ്, വേറെ ആരുമല്ല. നമ്മളെപ്പോലെ തിന്നും കുടിച്ചും അതുപോലെ തന്നെ ശ്വസിച്ചും നടന്നും അങ്ങനെ ജീവിച്ചവർ തന്നെയാണ്. മരണസമയമെത്തിയപ്പോൾ അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകി പോയവരാണ്. അവർക്ക് അവരുടെ ജീവിതത്തെ പോലും നിയന്ത്രിക്കാൻ സാധിച്ചിട്ടില്ല. മുഹ്യിദ്ദീൻ ശൈഖ് ഖുതുബുൽ ആലമാണ്, ഖുതുബുൽ സമാനാണ്, ലോകത്തെ നിയന്ത്രിക്കുന്ന അക്കാലത്തെ ശൈഖാണ് എന്ന നിലക്ക് വരെ ഉസ്താദുമാർ പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന്റെ അപകടം നമുക്ക് വിശദീകരിക്കാം. അതുകൊണ്ട് യാ അല്ലാഹ്, യാ റഹ്മാനെ, യാ റഹീമേ, യാ വദൂദേ, യാ മാലിക്കേ എന്നിങ്ങനെ അള്ളാഹുവിനെ വിളിക്കേണ്ടതിന് പകരം ഒരു ശൈഖിനെയും ഒരു പ്രവാചകനെയും ഒരു വലിയനെയും ഒരു സ്വഹാബിയെയും വിളിക്കാൻ, ഒരു വസ്തുവിനെയും വിളിക്കാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഇനിയോ മുഹ്യിദ്ദീൻ ശൈഖിനോട് മാത്രമല്ല, ഇവിടെ സമീപത്തുള്ള മടവൂർ എന്ന പ്രദേശത്ത് മറമാടപ്പെട്ടിട്ടുള്ള CM മടവൂർ എന്ന വ്യക്തി വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ സമസ്ത വിഭാഗത്തിലെ ഒരു മുസ്ലിയാരായിരുന്നു, ഉസ്താദായിരുന്നു. ആ വ്യക്തിയെ വരെ വിളിച്ച് പ്രാർത്ഥിക്കണം, സുജൂദിൽ കിടന്ന് അദ്ദേഹത്തോട് പ്രാർത്ഥിക്കണം എന്നാരാ പറയുന്നത്? സമൂഹം ഉസ്താദുമാരായി കാണുന്ന ആളുകൾ. ആ ഒരു കാര്യം കൂടി കേൾക്കുക. പെട്ടെന്നൊരു തോന്നല്, CM വിളിച്ച് ഞാൻ സങ്കടം പറയട്ടെ, CM വിളിച്ച് ഞാൻ സങ്കടം പറയട്ടെ. ഇതുപോലെ ഇരിക്കുന്ന മക്കള്, ഒരു കുട്ടി 11 വയസ്സുണ്ട്, പിന്നെ അതിന് താഴെ, പിന്നെ അതിന്റെ മീതെ പെൺകുട്ടികൾ. എന്ത് ചെയ്യും? മഹാനായ ശൈഖുന CM വലിയുള്ളാൽ വിളിച്ചുകൊണ്ട് സങ്കടപ്പെട്ടു ദിവസങ്ങളോളം. മഹാനായ ശൈഖുന CM വലിയുള്ളാൽ വിളിച്ചുകൊണ്ട് സങ്കടപ്പെട്ടു ദിവസങ്ങളോളം കരഞ്ഞ് അർദ്ധരാത്രി സുജൂദിൽ കിടന്നിട്ട് ആ പാവപ്പെട്ട സ്ത്രീ അങ്ങ് കരഞ്ഞു ദ്വാരക്കാൻ. CM മടവൂരിനെ വിളിച്ച് കരഞ്ഞ് സങ്കടപ്പെട്ട് പ്രാർത്ഥിച്ചു എന്നാണ്. എന്തുമാത്രം വലിയ അപകടമാണിത്! സ്വന്തം ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങളെപ്പോലും പരിഹരിക്കാൻ കഴിയാത്ത,
സ്വന്തം ജീവിതത്തിൽ വന്ന മാനസിക രോഗമടക്കമുള്ള അസുഖത്തെ നിയന്ത്രിക്കാൻ കഴിയാത്ത ആ വ്യക്തിയെ വിളിച്ചുകൊണ്ട് സങ്കടങ്ങളും പ്രയാസങ്ങളും പറയുക. അതുമാത്രമല്ല, മുദബ്ബിറുൽ ആലം, ലോകത്തെ നിയന്ത്രിക്കുന്ന വ്യക്തിയാണത്രേ അദ്ദേഹം. ലോകത്തുള്ള മുഴുവൻ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്ന വ്യക്തിയായിട്ടാണ് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ എവിടം വരെ എത്തി കാര്യങ്ങൾ? വെറും പ്രാർത്ഥനയ്ക്ക് മാത്രമല്ല, ഈ ലോകത്തിന്റെ നിയന്ത്രണം വരെ മരണപ്പെട്ടു പോയ ആ വ്യക്തിക്കാണ്. നിസാരക്കാരൊന്നുമല്ല ഇത് പറയുന്നത്. വളരെ പ്രധാനികളായിട്ടുള്ള ഉസ്താദുമാർ തന്നെയാണ്. സാക്ഷാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ, അദ്ദേഹം സൂറത്തുൻ നാസിആത്തിലെ ഫൽ മുദബ്ബിറാത്തി അംറാ എന്ന ആയത്തോടിയിട്ട് പറഞ്ഞു. ആ ആയത്തിന്റെ വിവക്ഷ, അതിന്റെ താല്പര്യം ഔലിയാക്കൾ ലോകം നിയന്ത്രിക്കും എന്നതാണ്. അവിടെ CM മടവൂരിനെ പ്രത്യേകം എടുത്തു പറയുകയാണ്. ഇത് വളരെ അപകടം പിടിച്ച ഒന്നാണ്. അള്ളാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളുമൊക്കെ ഒരു വ്യക്തിക്ക് ചാർത്തിക്കൊടുക്കുക. അയാള് ഞാൻ അല്ലാ, അനല്ലാ, ഞാൻ അല്ലയാണ് എന്നുവരെ പറഞ്ഞു. ഞാനൊരു കാര്യം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ അതുണ്ടാകും. ഇതൊക്കെ CM മടവൂർ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞു എന്നാണ്. രോഗം മറ്റു മാറിക്കിട്ടാൻ വേണ്ടി, പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാൻ വേണ്ടി സുജൂദിൽ കിടന്ന് യാ മദവൂർ വലി, യാ മദവൂർ വലി, യാ ഷെയ്ഖ് മദവൂർ എന്ന് വിളിച്ചാൽ അതൊക്കെ മാറിക്കിട്ടും എന്നാണ്. സഹോദരങ്ങളെ, ഇത് ബാധിക്കുന്നത് ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടുള്ള അടിസ്ഥാന വിശ്വാസത്തെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ ഒരു വിശ്വാസിക്കുള്ള വിശ്വാസത്തെ ചൂഷണം ചെയ്യുന്ന, അതിന് വിഘാതമുണ്ടാക്കുന്ന, വിള്ളലുണ്ടാക്കുന്ന രീതിയിലാണ് ഇത്തരം വാദഗതികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എത്രത്തോളം അല്ലാഹു കാണും പോലെ കാണും, അല്ലാഹു കേൾക്കും പോലെ കേൾക്കും എന്നുവരെ ഈ വ്യക്തിയെക്കുറിച്ച് ഉസ്താദുമാർ എഴുതിയിട്ടുണ്ട്. വലിയുള്ളായി CM സ്മരണിക എന്ന പുസ്തകം ഇന്നും സമസ്ത വിഭാഗത്തിലെ ഉസ്താദുമാർ വലിയ രേഖയായി കൊണ്ടു നടക്കുന്ന ഒരു പുസ്തകമാണ്. ഈ പുസ്തകത്തിന്റെ 39-ാമത്തെ പേജിൽ ഇഷ്ടദാസന്റെ കണ്ണും കാതും കയ്യും കാലും ഞാനാകുമെന്ന് അല്ലാഹു ഖുദ്സിയായ ഹദീസിലൂടെ പറഞ്ഞത് നേരത്തെ നാം മനസ്സിലാക്കിയിട്ടുണ്ട്. അല്ലാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ വിവക്ഷയെന്ന് പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഇഷ്ടദാസനാകാൻ ഒരാൾക്ക് സാധിച്ചാൽ അത് അല്ലാഹുവിന്റെ അടിമകളിൽ അല്ലാഹുവിനെ അനുസരിച്ച് അല്ലാഹുവിന്റെ കൽപ്പനകൾ പിൻപറ്റി വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ആർക്കും നേടാൻ കഴിയുന്ന ഒരു പദവിയാണ്, ആർക്കും എത്താൻ കഴിയുന്ന ഒരു പദവിയാണ്. ഇന്ന ആൾക്ക് എന്നില്ല. അങ്ങനെ ഒരാൾ എത്തിക്കഴിഞ്ഞാൽ അല്ലാഹു അയാളെ നന്മയിലേക്ക് വഴി നടത്തും. നല്ലത് കേൾക്കാനും കാണാനുമുള്ള തൗഫീഖ് അല്ലാഹു കൊടുക്കും എന്ന് പഠിപ്പിച്ചതിനെ അല്ല കേൾക്കും പോലെ കേൾക്കും, അല്ല കാണും പോലെ കാണും എന്ന രൂപത്തിലാണ് വിവരിക്കപ്പെട്ടത്. ഒരു വിശ്വാസിക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയുമോ? വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അല്ലാഹുവിന് ഉത്കൃഷ്ടമായ നാമങ്ങളുണ്ട്. എല്ലാം കേൾക്കുന്നവൻ, എല്ലാം അറിയുന്നവൻ, എല്ലാം കാണുന്നവൻ. ഇതൊക്കെ അല്ലാഹുവിന്റെ വിശിഷ്ടമായ നാമങ്ങളാണ്. ഈ നാമങ്ങൾ ആർക്കാ സഹോദരങ്ങളെ അവകാശപ്പെടാൻ സാധിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും അല്ല കാണും പോലെ കാണാനും, അല്ല കേൾക്കും പോലെ കേൾക്കാനും, അല്ല അറിയും പോലെ അറിയാനും സാധിക്കുന്ന ഒരാളാണ് ഞാൻ എന്ന് ജീവിതത്തിൽ ഒരു സെക്കൻഡ് പോലും അവിടുന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിക്കുമായിരുന്നെങ്കിൽ എന്തെല്ലാം അവസരങ്ങൾ, എന്തെല്ലാം സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്തരം ഘട്ടങ്ങളിൽ അവിടുന്ന്
ക്ഷമിച്ച് സഹിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയി എന്നല്ലാതെ അള്ളാഹുവിന്റെ കൽപ്പനക്ക് വിരുദ്ധമായി ഒന്നും പറഞ്ഞിട്ടില്ല. മഹദി ആയിഷ റളിയല്ലാഹു അൻഹയെ പറ്റി വ്യഭിചാര ആരോപണമുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ച് ക്ഷമിച്ച് കഴിഞ്ഞു. എനിക്കറിയാം, എനിക്കത് കാണാൻ കഴിഞ്ഞു എന്നല്ല പറഞ്ഞത്. പല പ്രശ്നങ്ങളുമായി സ്വഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിക്കാറുണ്ട്. അവിടുന്ന് പറയും, നിശ്ചയം ഞാനൊരു മനുഷ്യനാണ്, നിങ്ങൾ എന്താണോ പറയുന്നത് അതനുസരിച്ചാണ് ഞാൻ വിധിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ മനസ്സറിയാനും അവരുടെ മനസ്സ് കാണാനും കഴിയുന്ന സാധിക്കുന്ന ഒരാളായിരുന്നുവെങ്കിൽ ആ രൂപത്തിലല്ലല്ലോ പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശത്രുക്കൾക്ക് മുമ്പിലെത്തിയ രംഗങ്ങൾ, പ്രത്യേകിച്ച് അവിടുന്ന് ഹിജറ യാത്ര, മദീനത്തേക്കുള്ള ഹിജറ യാത്ര, ആ യാത്രാവേളയിൽ ഏതൊക്കെ രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ കഴിഞ്ഞാണ് മദീനത്തേക്ക് എത്തിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞാൻ അല്ലാഹ് കാണുന്ന പോലെ കാണുന്നു, കേൾക്കുന്ന പോലെ കേൾക്കുന്നു, അറിയുന്ന പോലെ അറിയുന്നു എന്നാണോ സഹോദരങ്ങളെ പഠിപ്പിച്ചത്? അല്ല. ആ നിലക്കൊരു വിശ്വാസം അവിടുന്ന് പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ നോക്കൂ നിങ്ങൾ, ദീനുമായി ബന്ധപ്പെടുത്താൻ കഴിയാത്ത, ദീനുമായി അടുപ്പിക്കാൻ പറ്റാത്ത വാദങ്ങളാണ് ദീനിന്റെ വേഷവും അതിന്റെ അടയാളവും സ്വീകരിച്ച് പലരും സമൂഹത്തെ കേൾപ്പിക്കുന്നത്. ഇനിയോ ഈ CM മടവൂർ എന്ന് പറയുന്ന ഉസ്താദ്, ആ ഉസ്താദിന്റെ മുഖം നോക്കിയാൽ, ആ ഉസ്താദിന്റെ മുഖം നോക്കിയാൽ അവര് പിന്നെ നരകം സ്പർശിക്കൂല, അവർക്ക് സ്വർഗമുണ്ട്. ആ നിലക്ക് വരെ അതിരുവിട്ട വാദങ്ങൾ, പിഴവിലേക്ക് സമൂഹത്തെ കൊണ്ടെത്തിക്കുന്ന വാദങ്ങൾ ഉസ്താദുമാർ വിളിച്ചു പറയുന്നു എന്നത് എന്തുമാത്രം ലജ്ജാകരമായിട്ടുള്ള കാര്യമാണ് എന്ന് ആലോചിക്കുക. ഒരു ഉസ്താദ് വളരെ ആവേശത്തിൽ പറയുന്ന ഒരു കാര്യം കേൾക്കുക. മഹാനരായ ശൈഖുൽ മശായിഖായ റഈസുൽ മഹ്ബൂബീനായ സുൽത്താനുൽ ഔലിയായ ഖുത്ബുൽ ആലമായ മുദബ്ബിറുൽ ആലമായ ശൈഖ് മടവൂർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടെന്ന് പറയുന്നു, എന്നെ ഹയാത്തിൽ കണ്ടവരുടെയോ ഞാനുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടവരുടെയോ ശരീരം നരകത്തെ തൊട്ട് ഹറാമാണ്. ശൈഖുനാ മടവൂർ. ഇത് കേൾക്കുമ്പോ ആരും ബേജാറാകേണ്ടതില്ല. മടവൂര് ശൈഖുനയുടെ മുഖത്തേക്കൊന്ന് നോക്കിയാൽ അവന് നരകം സ്പർശിക്കൂല. മടവൂര് ശൈഖുനയുടെ മുഖത്തേക്കൊന്ന് നോക്കിയാൽ അവന് നരകം സ്പർശിക്കൂല. കേട്ടല്ലോ സഹോദരങ്ങളെ, എന്തൊക്കെയാണ് സംസാരത്തിൽ വന്നത്. ഖുത്ബുൽ ആലം, ലോകം നിയന്ത്രിക്കുന്ന, അതുപോലെ തന്നെ സുൽത്താനുൽ ഔലിയ, ഔലിയാക്കളുടെ പിന്നെ നേതാവ്, ആ വ്യക്തിയുടെ മുഖം നോക്കിയാൽ അവർ നരകം സ്പർശിക്കൂല. ഏറ്റവും വലിയ ഔലിയ, ഏറ്റവും വലിയ വലിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ജീവിതത്തിൽ ഒരു വാക്ക്, ഒരക്ഷരം കൊണ്ടുപോലും പറയാത്ത, 7 ആകാശങ്ങൾക്കുപരിയിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ വഹീ കിട്ടി അതിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ പറയുകയും പഠിപ്പിക്കുകയും ചെയ്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ ഒരക്ഷരം കൊണ്ടുപോലും പറയാത്ത ഒന്ന്, സാധാരണക്കാരെ പോലെ ജീവിച്ച്, വിശക്കുമ്പോൾ ഭക്ഷണം കഴിച്ച്, ദാഹിക്കുമ്പോൾ വെള്ളം കുടിച്ച്, കുടുംബജീവനം നയിച്ച് അങ്ങനെ കഴിഞ്ഞ ഒരാളെ പറ്റി അയാളെ മുഖം നോക്കിയാൽ നരകം സ്പർശിക്കൂല. ഇതെന്താണെന്നറിയോ? ഈ കാലത്ത് ഏറ്റവും കൂടുതലായി വ്യാജ പോരിശകളും കള്ളക്കറാമത്തുകളും പ്രചരിപ്പിക്കപ്പെട്ട, അല്ലെങ്കിൽ സമൂഹം കേൾക്കേണ്ടി വന്ന ഒരു വ്യക്തിയാണ് CM മടവൂർ. അയാളുടെ ജീവിത കാലഘട്ടത്തിൽ പോലും അത്ര കേട്ടിട്ടുണ്ടാവൂല. അതിന് തുടക്കം കുറിച്ച ഉസ്താദാണ് കാന്തപുരം ഉസ്താദ്. ആ ഉസ്താദ് അതിനുള്ള ലൈസൻസ് കൊടുത്തു. എങ്ങനെ കൊടുത്തത്? അദ്ദേഹം
ലോകം നിയന്ത്രിക്കുന്ന ആളാണ്. അതിനായത്തോടിക്കൊടുത്തു. അദ്ദേഹത്തിന് മരണശേഷം എന്തിനും ഏതിനും സാധിക്കുന്നു. അദ്ദേഹത്തിന്റെ കറാമത്തുകൾ, കഴിവുകൾ മുറിഞ്ഞു പോയിട്ടില്ല. ആ നിലക്ക് ഇസ്ലാം പഠിപ്പിക്കാത്ത ഒരാശയം, ഒരാദർശം മുന്നോട്ട് വെച്ചു. അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാ ഉസ്താദുമാരും രംഗത്ത് വന്നു. അവർക്ക് തോന്നിയതൊക്കെ വിളിച്ചു പറയാൻ തുടങ്ങി. ആകാശങ്ങളെയും ഭൂമിയെയും അർശിനെയും, അർശിനെ വരെ, അള്ളാഹുവിന്റെ അർശിനെ വരെ, ആ അർശിനെ വരെ കാണാനും അതിലേക്ക് നോക്കാനും ലൗഹുൽ മഹ്ഫൂദിലേക്ക് നോക്കാനും എന്തിനും കഴിവുള്ള ആളാണ് CM മടവൂർ. ആ നിലക്കാണ് പറയാൻ തുടങ്ങി. കയ്യിൽ നിന്ന് കാര്യങ്ങൾ വിട്ടുപോയി. എത്രത്തോളം അദ്ദേഹത്തിന്റെ പോരിശകൾ എഴുതി പിടിപ്പിച്ച മാലക്കിതാബുകൾ രംഗത്ത് വന്നു. മർക്കസ് സഖാഫ് സുന്നിയയിലെ പ്രസിദ്ധനായ ഒരു ഉസ്താദ്, അവിടുത്തെ ഒരു പ്രധാന ഉസ്താദ്, അദ്ദേഹം എഴുതിയ അൽ മൗലിദുൻ നൂരി ലിൽ ഗൗസിൽ മദബൂരി എന്ന പുസ്തകമാണിത്. ഈ പുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ കറാമത്തായി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വലിയൊരു പ്രത്യേകതയായി, അദ്ദേഹം സ്വയം അവകാശപ്പെട്ട, അല്ലെങ്കിൽ അദ്ദേഹം അംഗീകരിച്ചു എന്ന് പറയുന്ന ഒരു കാര്യം. അതെന്താണ്? ഒരു ഉസ്താദ് അദ്ദേഹത്തോട് പോയി ചോദിക്കുകയാണ്, അന അഖൂലു അൻക, ആരോട്? CM മടവൂരിനോട്. ഞാൻ നിങ്ങളെ പറ്റി പറയുന്നു, ഖുത്ബുൽ അഖ്താബ് വമുദബ്ബിറുൽ ആലം, നിങ്ങൾ ലോകം നിയന്ത്രിക്കാൻ കഴിവുള്ള ആളാണ് എന്ന് ഞാൻ നിങ്ങളെ പറ്റി പറയുന്നു. അത് കേട്ടപ്പോ ഫഅബാൻ, ശരിവെച്ചു. നിങ്ങൾ ആ പറഞ്ഞ കാര്യം ശരിയാണ്. എന്നിട്ടോ ഫൽമദഹു യഖ്സുറു അൻ ബുലൂഗിൽ മഖ്സദി, ഇതൊന്നുമല്ല, ഇത് വളരെ ചെറുതാണ്, ഇത് വളരെ കുറഞ്ഞ ഒരു പ്രശംസയാണ്, അതിന്റെ ഒക്കെ എത്രയോ മുകളിലാണ്. അപ്പൊ എന്താ അർത്ഥം? ഈ ലോകം നിയന്ത്രിക്കുക എന്നുള്ളത് മാത്രമല്ല, 7 ആകാശങ്ങൾക്ക് മുകളിലാണ് എന്ന തലത്തിലാണ് അദ്ദേഹത്തിന്റെ സംസാരം. സഹോദരങ്ങളെ, എങ്ങനെയാണ് ഒരു വിശ്വാസിക്ക് ഇത് ഉൾക്കൊള്ളാൻ സാധിക്കുക? മക്കയിലുണ്ടായിരുന്ന അവിശ്വാസികൾ, സത്യനിഷേധികൾ, അവർ പോലും പറഞ്ഞ ഉത്തരം എന്താണ്? ആരാണ് ലോകത്തെ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവൻ? അല്ലാഹുവാണ്. അതാ അവർ കൊടുത്ത മറുപടി. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, ലാത്തയാണ്, ഉസ്സയാണ്, മനാത്തയാണ്, ഒന്നുമല്ല, അല്ലാഹുവാണ്. എന്നാലോ ലോകത്ത് ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി വന്ന ഷിയാക്കൾ, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലോകം നിയന്ത്രിക്കാനുള്ള അധികാരം അല്ലാഹു കൊടുത്തിട്ടുണ്ട് എന്ന ഒരാശയം പ്രചരിപ്പിച്ചു. അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ അലി റളിയല്ലാഹു അൻഹു ആണ് ആ സ്ഥാനം, അത് കഴിഞ്ഞാലോ അവരുടെ ഇമാമുകളാണ് ആ സ്ഥാനത്തുള്ളത് എന്ന നിലക്ക് പറയാനും പ്രചരിപ്പിക്കാനും തുടങ്ങി. പിന്നീട് മുഹീദ്ദീൻ ശൈഖ് മമ്പുറങ്ങൾ അങ്ങനെ മാറി മാറി വന്നു. ശേഷം ഇപ്പോൾ അത് ആരുടെ പേരിലാണ്? CM മടവൂരിന്റെ പേരിലാണ്. വിശുദ്ധ ഖുർആൻ അല്ലാഹുവിനെ പരിചയപ്പെടുത്തിയിടത്ത് തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, സർവ്വതിന്റെയും അധികാരം ആരുടെ കയ്യിലാണോ അവൻ അനുഗ്രഹപൂർണ്ണ. തബാറകല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി ലിയകൂന ലിൽ ആലമീന നദീറാ. സൂറത്ത് ഫുർഖാന്റെ തുടക്കത്തിൽ, സൂറത്ത് ആൽ ഇംറാനിൽ, സൂറത്ത് ബഖറയിൽ എന്ന് വേണ്ട വിശുദ്ധ ഖുർആൻ സൂറത്ത് ഫാത്തിഹയിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകത്തിന്റെ രക്ഷിതാവായി അല്ലാഹുവിനെ പരിചയപ്പെടുത്തി. എന്താ റബ്ബ് എന്ന് പറഞ്ഞാൽ? റബ്ബ് എന്ന് പറഞ്ഞാൽ മാലിക്കാണ്, ഖാലിഖാണ്, മുദബ്ബിറാണ്. എല്ലാറ്റിന്റെയും സട്ടാവും നിയന്ത്രകനും അധികാരിയുമാണ് അല്ലാഹു. അവിടേക്ക് വേറെ ഒരാളെ കൊണ്ടുവെക്കാൻ പാടില്ല. ഇങ്ങനെ അല്ലാഹുവിന്റെ വിശേഷണത്തെ സ്വയം അവകാശപ്പെട്ട ഒരാൾ, അയാൾ എന്തു പറയുന്നു? അയാളുടെ മുഖം കണ്ടാൽ നരകം സ്പർശിക്കൂല. ഇത് ഗൗരവമുണ്ടോ ഇല്ലേ ആലോചിക്കുക. ഇനിയോ അയാൾക്ക് മരിച്ചവരെ, ഡോക്ടർമാർ മരിച്ചു എന്ന് വിധി എഴുതിയ ആളെ ജീവിപ്പിക്കാൻ കഴിവുണ്ട് എന്നാണ് ഈ പുസ്തകത്തിൽ. സഹോദരങ്ങളെ,
ഗൗരവത്തിലാണ് ഇത് കേൾക്കേണ്ടത്. അഹ്യൈത മൈതൻ ബിൽ കറാമത്തി മുഅലിന നർജു ഹയാതൽ ഖൽബി ഖുതുബൽ ആലമീ. മരിച്ചു എന്ന് ഉറപ്പുവരുത്തിയ ഡോക്ടർമാർ മരണം വിധി എഴുതിയ ആൾ, അയാളെ ഇദ്ദേഹം ജീവിപ്പിച്ചു എന്നാണ്. ഇതിങ്ങനെ പാടി പ്രചരിപ്പിക്കുക എന്തുമാത്രം ഗൗരവമാണ്. മരിച്ചവരെ ജീവിപ്പിക്കുക എന്നത് ആരുടെ കഴിവാണ്? അത് അള്ളാഹുവിന്റെ മാത്രം കഴിവാണ്. അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഈ നിലക്കുള്ള അത്യാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ സമൂഹത്തിന്റെ ഭാഗമായി സമൂഹത്തിൽ വ്യാപിക്കുന്ന അവസ്ഥ അത് വളർന്നു വരുമ്പോൾ സഹോദരങ്ങളെ, അതിനെതിരെ ശബ്ദിക്കലും പ്രാമാണികമായി അത്തരം കാര്യങ്ങളെ നേരിടലും വിശ്വാസികളുടെ ബാധ്യതയാണ്. ഇനി നോക്കൂ, നിങ്ങൾ ഈ രൂപത്തിലെ കാര്യങ്ങൾ പറഞ്ഞ് ഇതുമായി ബന്ധപ്പെട്ട് വഴിവിട്ട സംസാരങ്ങളും ചർച്ചകളും സമൂഹത്തിലുണ്ടായപ്പോൾ സമസ്ത വിഭാഗത്തിലെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഉസ്താദിനെ പോലെയുള്ള ചില ആളുകൾ അവര് ഒരു ചെറിയ നമ്പർ ഇറക്കുകയാണ്. അതെന്താ? ഔലിയാക്കളെ പറ്റി ഇങ്ങനൊന്നും പറയാൻ പറ്റൂല, സർവം നിയന്ത്രിക്കുന്നവരാണ് എന്ന നിലക്കൊന്നും പറയാൻ പറ്റൂല. അതാര് പറഞ്ഞതാ? കാന്തപുരം ഉസ്താദ് പറഞ്ഞതിന് എതിരായിട്ടാണ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഉസ്താദും ടീമും രംഗത്ത് വന്നത്. അവര് ഓരോ ജില്ലയിലും തെരഞ്ഞെടുക്കപ്പെട്ട ഉസ്താദുമാർക്ക് വേണ്ടി പ്രത്യേക സമ്മേളനം, ഉലമാ സമ്മേളനം നടത്തി. ആ സമ്മേളനം വിളിച്ചുകൂട്ടിയിട്ട് പറഞ്ഞു, ഔലിയാക്കളെ വിഷയത്തിൽ അവർക്കതിന് കഴിയും, അവർക്കിതിന് കഴിയും, അവരത് കാണിക്കും, ഇത് കാണിക്കും, അങ്ങനൊന്നും പറയാൻ പറ്റൂല. അതൊരിക്കലും അദ്ദേഹത്തെ പോലുള്ളവർ പറയാൻ പറ്റൂല. എന്തേ കാരണം? സമസ്തയുടെ ആശയം അതാണ്. സമസ്തയുടെ ഇക്കാലം വരെയുമുള്ള ആശയം അതാണ്. ഔലിയാക്കൾക്ക് എന്തിനും ഏതിനും കഴിയും. അവർ ജീവിതകാലത്തെന്ന പോലെ തന്നെ മരണശേഷവും അവർക്കതിന് സാധിക്കും എന്നാണ്. ആ നിലക്ക് വരുമ്പോ എന്തിനും അവർക്ക് കഴിയണല്ലോ, പിന്നെ എന്തിനാണ് വിലങ്ങ് വെക്കുന്നത്? അതാണ് സഹോദരങ്ങളെ, സാധാരണക്കാർ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് വിശുദ്ധ ഇസ്ലാമിന്റെ ശരിയായ ആശയങ്ങളെയും ആദർശങ്ങളെയും പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. അവിടെ ഒരു വിജയം നടക്കുന്നുണ്ട് എന്ന് പേരോട് ഉസ്താദിനെ പോലുള്ളവർ തിരിച്ചറിഞ്ഞു. അപ്പൊ അവര് ചെറിയൊരു നമ്പർ ഇറക്കിയതാണ്. പക്ഷേ അതവർക്ക് തന്നെ എതിരാവുകയാണ്. ഇപ്പൊ അവസാനം എത്തിയത് കാന്തപുരം ഉസ്താദ് പറഞ്ഞതും ശരിയാണ്, പേരോട് ഉസ്താദ് പറഞ്ഞതും ശരിയാണ്. അങ്ങനെ ഒരു വിശ്വാസം ഇസ്ലാമിലുണ്ടാവൂ? അങ്ങനെ ഉണ്ടാവും ഒരു വിശ്വാസം? ഒരു കാര്യം പാടില്ല അല്ലെങ്കിൽ പാടുണ്ട്, ഇതാണ് വിശ്വാസം അല്ലെങ്കിൽ ഇത് വിശ്വാസമല്ല, അങ്ങനെയല്ലേ തെളിഞ്ഞു വരേണ്ടത്? കാന്തപുരം ഉസ്താദ് ഫൽ മുദബ്ബിറാത്തി അംറ എന്ന ആയത്തോടിയിട്ടാണ് CM മടവൂർ ലോകം മുഴുക്കെ നിയന്ത്രിക്കുന്ന ആളാണ് എന്ന് സമൂഹത്തിന്റെ മുമ്പിൽ വിളിച്ചു പറഞ്ഞത്. ഈ നിമിഷം വരെയും തിരുത്തിയിട്ടില്ല. എന്നാലോ അങ്ങനെ പറയാൻ പാടില്ല എന്ന് ആയത്തുകളോതി കിതാബുകൾ വായിച്ചുകൊണ്ടാണ് പേരോട് ഉസ്താദും കൂട്ടരും പറയുന്നത്. അപ്പൊ രണ്ടും പിടിക്കപ്പെട്ടു. രണ്ടും പിടിക്കപ്പെട്ടപ്പോ രണ്ടും ശരിയാണ് എന്ന അവസ്ഥയിലേക്കാണ് എത്തിയത്. ആ നിലക്കൊരു വിശ്വാസം ഇസ്ലാമിൽ ഇല്ല. ഒന്നുകിൽ പാടുണ്ട് അല്ലെങ്കിൽ പാടില്ല, ഒന്നുകിൽ ശരി അല്ലെങ്കിൽ ശരിയല്ല. ഈ നിലപാടാണ് ഇസ്ലാം വിശ്വാസരംഗത്ത് പഠിപ്പിച്ചിട്ടുള്ളത്. മാത്രവുമല്ല, ഇദ്ദേഹം ഏത് രോഗി ആര് ചെന്നാലും ആ രോഗം വേണ്ട, ഈ രോഗം വേണ്ട എന്ന നിലക്ക്, അല്ലാതെ അള്ളാഹു മാറ്റിത്തരട്ടെ, അള്ളാഹു ഷഫിയാക്കി തരട്ടെ എന്ന നിലക്കല്ല. ആ രോഗം വേണ്ട, ഈ രോഗം വേണ്ട എന്ന നിലക്കാണ്. സഹോദരങ്ങളെ, രോഗം നൽകുന്നവനാരാണ്? ആ രോഗത്തെ സൃഷ്ടിച്ചവൻ ആരാണ്? ആ രോഗം കണക്കാക്കിയവൻ ആരാണ്? അത് ഏത് രോഗമാകട്ടെ, പാണ്ഡുരോഗമാകട്ടെ, കുഷ്ഠരോഗമാകട്ടെ, ക്യാൻസർ ആകട്ടെ, എന്താകട്ടെ, ഒടിഞ്ഞ ചരഞ്ഞത് ഏത് കാര്യമാകട്ടെ, അതൊക്കെ ആരെ കണക്കാക്കിയത്? അള്ളാഹുവാണ്. ആ രോഗത്തെ തിരിച്ചെടുക്കാനും ശമനം തരാനും കഴിവുള്ളവൻ ആര് മാത്രമാണ്? അള്ളാഹു മാത്രമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും
ഞാനിതാ ഈ ലോകത്തെ മാറ്റിയിരിക്കുന്നു, ഇങ്ങനെ ഒരു അസുഖം വേണ്ടതില്ല, ഇങ്ങനെ ഒരു പ്രയാസം വേണ്ടതില്ല എന്ന നിലക്ക് അവിടുന്ന് പോലും പറഞ്ഞിട്ടില്ല. എന്നാലോ CM മടവൂർ എന്ന ഉസ്താദ് വിശേഷിപ്പിക്കപ്പെട്ടത് കമ്മരീദിൻ ഖദ് അതാ കാമിലു ശിഫാ ബികും ലൈസ ബിൽ ഇലാജി ബൽ ബിൽ ഖൗലി യാ മദവൂർ വലി. ഒരു ചികിത്സയുമില്ലാതെ നിങ്ങളുടെ സമീപത്ത് വരുന്ന എത്രയെത്ര രോഗികൾക്കാണ് നിങ്ങളെ വാക്കുകൊണ്ട് അത് വേണ്ട ഇത് വേണ്ട, ആ രോഗം മാറ്റിയിരിക്കുന്നു, അതിനെ കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് എത്രയെത്ര രോഗികളെയാണ് നിങ്ങൾ മാറ്റിക്കൊടുത്തത്. എവിടെയാ സഹോദരങ്ങളെ ഇസ്ലാം അങ്ങനെ ഒരു വാതിൽ തുറന്നത്? ഞാൻ രോഗിയായാൽ എന്റെ രോഗത്തിന് ശമനം തരുന്നവൻ അല്ലാഹുവാണ്. ആ രോഗം മാറിക്കിട്ടാൻ ഡോക്ടർമാർ വൈദ്യന്മാർ നിർദ്ദേശിക്കുന്ന മരുന്ന് നാം കുടിക്കുന്നു. അത് ഇസ്ലാം അനുവദിച്ചതാണ്, അത് ഇസ്ലാം ആവശ്യപ്പെട്ടതാണ്. ആ മരുന്ന് കുടിക്കുക വഴി വിശ്രമത്തിലൂടെ ആ രോഗം മാറിക്കിട്ടുക, അതിനെ മാറ്റിത്തരുക എന്നത് അള്ളാഹുവിന്റെ കഴിവാണ്. അശ്ശാഫി, രോഗം മാറ്റുന്നവൻ അള്ളാഹുവാണ്. അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ, ഈ രോഗം പ്രയാസം, ആ പ്രയാസം നീക്കുന്നവനെ, ശമനം നൽകുന്നവനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. വഅയ്യൂബ ഇദ്നാദാ റബ്ബഹു അന്നി മസ്സനിയൽ ദുർ വഅൻത അർഹമുർ റഹീമീൻ. രോഗബാധിതനായി പ്രയാസങ്ങളിൽ അകപ്പെട്ട് അയ്യൂബ് നബി അലൈഹിസ്സലാം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന എന്താണ്? വഅൻത അർഹമുർ റഹീമീൻ, നീയാണ് എല്ലാ നിലക്കും കാരുണ്യം നൽകുന്നവൻ, അതുകൊണ്ട് നാഥാ എന്റെ രോഗത്തെ മാറ്റിത്താ എന്നാണ് അയ്യൂബ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത്. ഇങ്ങനെ സഹോദരങ്ങളെ അള്ളാഹുവുമായി ബന്ധപ്പെട്ട അള്ളാഹുവിന്റെ കഴിവുകളെ, അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ ഇത്തരത്തിലുള്ള ആളുകൾക്ക് വകവെച്ചു കൊടുക്കുന്നു. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ആലോചിക്കുക. ഇത് നമ്മുടെ പരലോകത്തെ ബാധിക്കുന്ന കാര്യമാണ്. ഈ ശിർക്കിൽ മുങ്ങിക്കുളിച്ച് അന്ധവിശ്വാസങ്ങളിൽ അകപ്പെട്ട് റബ്ബിലേക്ക് മടങ്ങിയാൽ അത് വലിയ അപകടമാണ്. ആ അപകടത്തെ തിരിച്ചറിയാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഉണർത്തലുകളും ഉത്ബോധനങ്ങളും സമൂഹ മധ്യത്തിൽ നിർവഹിക്കപ്പെടുന്നത്. അത് ഉൾക്കൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താനും സംസ്കരിക്കാനും നാം ഓരോരുത്തരും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.